نور أتينا بابكم راجين فضلا كاملا يا سيدي سيا ولي لا إله إلا الله الله لا إله إلا الله يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله الله لا إله إلا الله محمد رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ തണലിൽ ജീവിക്കുന്ന അച്ചടക്കമുള്ള സത്യവിശ്വാസികളിൽ നമ്മയും കുടുംബത്തെയും സ്നേഹജനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും അയൽവക്ക സംഘടനാ ബന്ധത്തിലും പലരും മരണപ്പെട്ടു. അവരെ ഖബറെല്ലാം നീ പ്രകാശിപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലുമൊക്കെ പലവിധ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആളുകളെല്ലാം തയ്യാറാകുന്ന സമയമാണ്. ഗവൺമെന്റിന് കീഴിലും പല സംഘടനകളുടെ കീഴിലും പോകുന്ന കൂട്ടത്തിൽ വർഷങ്ങളായി SYSന്റെയും മർക്കസിന്റെയും ഹാജിമാർ ഉണ്ട്. ഇന്നലെ കാസർഗോഡ് ജില്ലയിലും ഇന്ന് രാവിലെ മർക്കസ് കോംപ്ലക്സിലും ഹജ്ജ് ക്യാമ്പ് നടക്കുകയായിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് വൈകിട്ട് 4 മണിക്കാണ് അവസാനിക്കുക. അത്രയും സമയം ക്യാമ്പിൽ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇന്ന് നിങ്ങളെ ഈ പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ പറഞ്ഞത്. സമയമേ സംസാരിക്കുന്നുള്ളൂ. സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ ഇതിൽ സംബന്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളടക്കമുള്ളവർ നിങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. കുറച്ചെങ്കിലും ഉമ്മമാരും നമ്മുടെ ഈ പരിപാടി കേൾക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അല്പസമയം ചില കാര്യങ്ങൾ പറയാം. പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ്. ഇസ്ലാം നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. ലോകത്ത് കാണുന്ന എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആണ് അല്ലാഹു തആല ഈ ലോകത്ത് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം അച്ചടക്കം, ഇസ്ലാം ശാന്തി, ഇസ്ലാം സമാധാനം, ഇസ്ലാം അനുസരണം. ആ ഇസ്ലാമിനെ യാഥാർത്ഥ്യത്തോടെ വിശ്വസിച്ചിരിക്കുന്ന സത്യവിശ്വാസിക്ക് ഖുർആൻ തന്നെ പേര് വെച്ചത് സമ്മാക്കുമുൽ മുസ്ലിമീൻ, സമാധാനികൾ, അച്ചടക്കമുള്ളവർ, മര്യാദയുള്ളവർ എന്ന് നിങ്ങൾക്ക് മുസ്ലിം എന്ന് അള്ളാഹു പേര് വച്ചിരിക്കുന്നു. ആ മുസ്ലിം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ വാക്കിലും അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ഇടപാടുകളിലും എല്ലാം ആ അച്ചടക്കവും ആ മര്യാദയും കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിന് വളർച്ച ഉണ്ടാവുക. അങ്ങനെയാണ് ഇസ്ലാമിന് അംഗീകാരം ലഭിക്കുക. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്ലാം എന്ന മതം ഒരേ ഒരു വിശ്വാസം ഇസ്ലാമിന്, അല്ലാഹു അല്ലാഹ്. വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ ഐക്യത്തിലാണ്. ലോകത്തിന്റെ എവിടെ നമ്മൾ എത്തിപ്പെട്ടാലും, അത് ഏത് രാഷ്ട്രത്തിൽ പോയി നോക്കിയാലും, അവിടെ ചെല്ലുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ ബാങ്ക് വിളി അല്ലാ എന്ന് കേൾക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിന് ആശ്വാസമായി.
ഞാനുമായി വിശ്വാസത്തിൽ യോജിപ്പുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരല്ലാഹ്. 2, ആ അള്ളാഹുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ നേതാവ് മുഹമ്മദ് മുസ്തഫ. നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസമുണ്ടോ? അവർ അറിയാതെ പറഞ്ഞു പോകും സിന്ദാബാദ്. അതാണ് നാം ചൊല്ലുന്ന സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. പല പുതിയ പ്രസ്ഥാനക്കാരും നമ്മുടെ നാടുകളിലുണ്ട്. വഹാബിസമുണ്ട്, ഖാദിയാനിസമുണ്ട്, തെബിലീഗിസമുണ്ട്, അതേപോലെ തന്നെ ചേകനൂരിസമുണ്ട്, അതേപോലെ തന്നെ ഷിയ വിശ്വാസികളുണ്ട്. അവരുടെ ഒന്നും മുമ്പിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ സിന്ദാബാദ് എന്ന സ്വലാത്ത് ലഭിക്കുകയില്ല. അപ്പൊ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ അല്ലാഹ്, വിശ്വാസത്തിന് ഐക്യം, ഒരൊറ്റ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിനെ അംഗീകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരൊറ്റ കേന്ദ്രം, അതാണ് കഅബ ശരീഫ്. നമ്മുടെ വീട്ടിന്റെ അകത്തളത്ത് ഇരുട്ടുമുറിയിൽ നിസ്കരിക്കുന്ന വല്യമ്മയും നമ്മുടെ തൊട്ടടുത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളും എവിടെയും അവരൊക്കെ അവരുടെ നെഞ്ചും അവരുടെ മുഖവും അവർ തിരിഞ്ഞു നിൽക്കുന്നത് എവിടേക്കാണ്? കേന്ദ്രത്തിലേക്ക്. കഅബ ശരീഫ്, അതാണ് നമ്മുടെ കേന്ദ്രം. ആ കേന്ദ്രത്തിലെ ഐക്യം, ലോകത്തെ ഒട്ടാകെയുള്ള മുസ്ലിമീങ്ങൾ ആ കേന്ദ്രത്തിലേക്കാണ് അവരുടെ നെഞ്ച് തിരിക്കുന്നത്. നമുക്ക് കിടക്കാനുള്ളത്, നമുക്ക് മരണപ്പെട്ട് കിടക്കാനുള്ളത് എല്ലാം ആ ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ കഅബ ശരീഫ് എന്നൊരൊറ്റ കേന്ദ്രം. ആ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുന്ന മുസ്ലിമീങ്ങൾക്കെല്ലാം ഒരൊറ്റ ഭരണഘടന, അത് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ആണ് നമ്മുടെ ഭരണഘടന. അപ്പോ ഭരണഘടനയിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരൊറ്റ ഭരണഘടന. വിശ്വാസത്തിലെ ഐക്യം, നേതൃത്വത്തിലെ ഐക്യം, കേന്ദ്രത്തിലെ ഐക്യം, ഭരണഘടന ഐക്യം. ഇനി ആ ഭരണഘടന വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അവർക്ക് അവരുടെ ആരാധനകൾക്കെല്ലാം ഔദ്യോഗികമായി ഭാഷാ ഐക്യം. മുസ്ലിമീങ്ങൾ മുഴുവനും അറബി ഭാഷയിലാണ് അവരുടെ ഐക്യം. ലോകത്ത് എവിടെ പോയാലും ബാങ്ക് അറബിയിൽ, ഖുതുബ അറബിയിൽ, നിസ്കാരം അറബിയിൽ, ദിക്റുകളെല്ലാം അറബിയിൽ ഔദ്യോഗികമായി നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല മുസ്ലിമീങ്ങൾ ലോകത്ത് എവിടെ പോയി നോക്കിയാലും അവരുടെ ആരാധന ഐക്യം. നമ്മളിപ്പോൾ അറബ് രാജ്യത്ത് പോയി പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, യൂറോപ്പിൽ പോയി പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, ആഫ്രിക്കൻ രാജ്യത്ത് പോയി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറുക. എന്നാൽ പടച്ചോനെ ഇവിടെയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാല് ഞാൻ കുടുങ്ങിപ്പോകോ? ഇവിടുത്തെ നിസ്കാരം എങ്ങനെയാണ് ആവോ? നമ്മളവിടെയൊക്കെ റുക്കോഴ ഇങ്ങനെ അങ്ങോട്ട് മുന്നിക്കും, അവിടെയൊക്കെ റുക്കോഴ അങ്ങോട്ടൊക്കെയാണാവോ എന്ന് ബേജാറാകേണ്ട കാര്യമില്ല. എല്ലാ സ്ഥലത്ത് ചെന്നാലും മുസ്ലിമീങ്ങൾക്ക് ആരാധന ഐക്യം. നോമ്പ് റമളാനിന്റെ സുബഹി മുതൽ മഗ്‌രിബ് വരെ, ജുമുഅ വെള്ളിയാഴ്ച ളുഹറിന്റെ സമയം, ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ. അങ്ങനെ മുസ്ലിമീങ്ങളായ നമുക്ക് എല്ലാറ്റിലും ഒരു പാരമ്പര്യ രീതി നമുക്ക് സ്ഥിരമായി നിലനിൽക്കുന്നത് കാണാം. ഈ ഇസ്ലാം അത് സമാധാനമാണ്, ഈ ഇസ്ലാം അത് അച്ചടക്കമാണ്, ഈ ഇസ്ലാം അത് ശാന്തിയാണ്. ആ ശാന്തി സമാധാനത്തിന്റെ മതം അംഗീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല സമാധാനികൾ എന്ന് പേര് വെച്ചിട്ടുണ്ട്. ആ സമാധാനികളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വിശ്വാസത്തിൽ യോജിപ്പുള്ളവർ, അവരെ ആ വിശ്വാസത്തിൽ യോജിപ്പിലെത്തിച്ചിരിക്കുന്ന ഉടമസ്ഥന്റെ പേരെന്താ? അസ്സലാം. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ് എന്നാണ്. അതാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കാണുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സമാധാനം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് ശാന്തിയും അനുഗ്രഹവും ലഭിക്കട്ടെ. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒരു പ്രാർത്ഥന. കണ്ടോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ സമാധാനികളായ മുസ്ലിംകൾ പരസ്പരം അവരുടെ അഭിവാദ്യം, അവരുടെ സംസാരം ഇനി എത്ര തുടർന്നാലും
അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങുന്ന ആ സംസാരം ഇനി എത്ര തുടർന്നാൽ അത് സമാധാനത്തിൻ്റെതാണ്. ഇനി നമുക്കതിനപ്പുറത്തേക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ, ആ മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ ഔദ്യോഗികമായ ആരാധനയായ നിസ്കാരം, ആ നിസ്കാരത്തിന് വേണ്ടി വീട്ടിലായാലും പള്ളിയിലായാലും അവരൊക്കെ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടി. സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു, പുരുഷന്മാര് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ ആ നിസ്കാരം നിർവഹിച്ച് നമ്മൾ വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ചെരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന നാം എല്ലാ ജനങ്ങളോടും പുഞ്ചിരിയോടെ സമീപിക്കാൻ, എല്ലാ ജനങ്ങളോടും സന്തോഷത്തോടെ സമീപിക്കാൻ, എല്ലാ ജനങ്ങളോടും അച്ചടക്കത്തോടെ സമീപിക്കാൻ, അതിന്റെ ഒരു പ്രാർത്ഥനയുമായിട്ടാണ് നിസ്കാരം അവസാനിപ്പിക്കുന്നത്. ഇസ്ലാം അത് സമാധാനമാണ്. ആ അച്ചടക്കമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. മുസ്ലിംകളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഇസ്ലാം അങ്ങനെ സമാധാനത്തോടു കൂടെ നിലനിർത്തി പോന്നാൽ ആ സമാധാനികളായ മുസ്ലിംകൾക്ക് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന പേര് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം. സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, സമാധാന ഗേഹം, ദാറുസ്സലാം സമാധാന ഭവൻ, ദാറുസ്സലാം സമാധാന കേന്ദ്രം. ശാന്തി സമാധാനത്തോടെ ഇവിടെ ജീവിച്ച് മാതാപിതാക്കളെ ആദരിക്കുക, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, ഭരണാധികാരികളെ അനുസരിക്കുക, ഭാര്യമാരെ സ്നേഹിക്കുക, കുട്ടികളോട് വാത്സല്യം കാണിക്കുക. ഇത്തരം ഗുണങ്ങൾ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ സമാധാനമുണ്ടാകും. ആ സമാധാനികൾക്ക് പ്രവേശിക്കാനുള്ള സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, സമാധാന ഭവൻ, ദാറുസ്സലാം ശാന്തി മന്ദിരം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ആഗ്രഹിക്കുന്ന നമുക്ക് ആ വിശ്വാസത്തിൽ നിൽക്കാൻ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നമ്മെ നയിച്ചിരിക്കുന്ന പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന വഴി, ആ വഴി നാം സഞ്ചരിക്കുകയാണോ നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ ആ സമാധാന വീട്ടിലെത്താം. അതിൽ നിന്ന് തെറ്റുകയാണോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അമ്പിയാക്കൾ ഔലിയാക്കൾ നമുക്ക് പരമ്പരയായി പഠിപ്പിച്ചു പോകുന്ന ആ മാർഗത്തെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ല് എന്ന അറബി വാചകത്തിന് വക്തി അല്ലെങ്കിൽ വാക്താബ് എന്നാണ് അർത്ഥം. അസുന്ന എന്ന് ഇവിടെ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരിക്കുന്ന 23 കൊല്ലക്കാലത്തെ ജീവിത വിശദീകരണം. നബിതങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത്, നബിതങ്ങൾ അംഗീകരിച്ച് പഠിപ്പിച്ചത്, നബിതങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന് പഠിപ്പിച്ചത് മുത്ത് നബിയുടെ ജീവിതം, അതാണ് അസുന്ന. ആ ജീവിതത്തെ സംശയങ്ങൾ തീർത്ത് ഒപ്പിയെടുത്ത് പിൻ തലമുറക്ക് പകർത്തി കൊടുക്കാൻ അള്ളാഹു അധികാരപ്പെടുത്തിയിരിക്കുന്ന വിഭാഗം, അതാണ് ജമാഅത്തു സ്വഹാബ. അപ്പൊ അത് ചേർത്ത് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതിന്റെ ചുരുക്കമാണ് സുന്നി. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെയൊക്കെ ആദ്യത്തിൽ കാണുന്ന SBS സുന്നി ബാലസംഘം കൊച്ചുകുട്ടികൾക്ക്, SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ മുകളിലുള്ള വിദ്യാർത്ഥി വിഭാഗത്തിന്, SYS സുന്നി യുവജന സംഘം അത് യുവജന വിഭാഗത്തിന്, SMA സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അതിന്റെ കേന്ദ്രമാണ് സുന്നി മർക്കസ്. ആ കേന്ദ്രത്തിലെല്ലാം നേതൃത്വം നൽകുന്ന ലീഡർ, നേതാവ്, പണ്ഡിതൻ അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രസംഗിച്ചു വന്നതിന്റെ ഈ ആരംഭം മുതൽക്കേ നിങ്ങൾ ശ്രദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം നമ്മുടെ അച്ചടക്കമാണ്. ഈ സാഹിത്യോത്സവിനോടനുബന്ധിച്ച് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇതിനൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാനും ആ അജണ്ട അതുപോലെ നടപ്പാക്കാനും ഈ കുട്ടികൾ വളർന്നിട്ടുണ്ട്.
അതിൽ നിന്ന് തെറ്റിച്ച് നമ്മളെ അജണ്ടയിൽ നിന്ന് നമ്മെ തെറ്റിച്ച് നമ്മെ കൊണ്ട് തെറി പറയിപ്പിക്കാനും നമ്മെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാനും നമ്മെ കൊണ്ട് അനാവശ്യങ്ങൾ പറയിപ്പിക്കാനും ആ പൂതി മനസ്സിലിരിക്കട്ടെ. ആ പരിപ്പ് ഇവിടെ വേവൂല. ഇങ്ങനെ ഒരുപാട് വാറോലകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഒരുപാട് കണ്ട് മടുത്തിട്ട് പണ്ടൊരു കുട്ടി പറഞ്ഞ എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ നിങ്ങളൊക്കെ എഴുതി തള്ളിയതാ. അതുകൊണ്ട് അതൊന്നും ഇവിടെ വേകൂല. ഈ പരിപാടിക്ക് ഒരു അജണ്ടയുണ്ട്, അതിലൂടെ ഇത് തുടർച്ചയായിട്ട് പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ നിന്ന് തെറ്റിക്കാൻ അവിടെ ഒരു വാറോല എഴുതി വെക്കല്, ഇവിടെ വേറൊന്ന് എഴുതി വെക്കല്, ഇതിലെ നാലാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്, ക്യാ ഫായിദ ഹേ? ഇതൊക്കെ എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തും ഇതിൽ നിന്നൊക്കെ വിട്ട് നമുക്കൊരു റൂട്ടുണ്ട്. ആ റൂട്ട് സിറാത്തുൽ മുസ്തഖീമ, അതിൽ ഇത് പോകും. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് അല്ലാഹു തആല ആരോഗ്യം തന്ന സമയം, സംസാരിക്കാൻ തന്ന സമയം, കേൾക്കാൻ തന്ന സമയം, ഇതൊക്കെ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. പിന്നെ നിങ്ങളെ വാരോലക്ക് മറുപടിയും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഇന്ത്യ മഹാരാജ്യത്ത് 3000 പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം 14 ജുമാഅത്ത് പള്ളികളുണ്ട്. അത് തമിഴ്നാട്ടിലുണ്ട്, ആസാമിലുണ്ട്, കാശ്മീരിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, വിജയവാഡയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, അങ്ങനെ ഇന്ത്യയുടെ മിക്ക ഭാഗത്തുണ്ട്. 3000 പള്ളി ഉണ്ടാക്കിയ ഉസ്താദിന് ഇനി ഒരു പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾ ആരും സ്ഥലം കാണിച്ചു കൊടുക്കണ്ട. എവിടെ പള്ളി ബാങ്ക് കേൾക്കുമ്പോ അപ്പാണ് പോകാം. നിങ്ങൾക്ക് അതല്ലേ കേൾക്കണ്ടേ? 3000 പള്ളി ഉണ്ടാക്കിയ ഉസ്താദിന് ഇനി ഒരു പള്ളി ഉണ്ടാക്കാൻ നിങ്ങളെ ചീട്ട് വേണ്ടേ? അതുകൊണ്ട് അതൊക്കെ ആ വക സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചളി. നിങ്ങൾ എത്ര കാലായി ഇതും കൊണ്ടൊക്കെ നടക്കണം? കുറെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പം അവനാന് ലാഭവും നഷ്ടവും കണക്ക് കൂട്ടിക്കൂടെ? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് നോക്ക്. സുബ്ഹാന ജല്ല ജലാലുഹു. കാന്തപുരം ഉസ്താദിന്റെ കൈകളെ കൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന പള്ളിക്ക് കൈകൾക്കുള്ള ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. അമ്പരചുംബികളായ പള്ളികൾ, മുനാരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനത്തെ ഉസ്താദിന് ഇനിയിപ്പോ ഒരു പള്ളി ഉണ്ടാക്കാൻ നിങ്ങളാരും ബേജാറാകണ്ട. നിങ്ങളാരും 5 കായും വാങ്ങിയിട്ടില്ല, നിങ്ങളാരോട് വാങ്ങണമില്ല, നിങ്ങളോട് കൊടുക്കുകയും വേണ്ട, തന്നാലും വേണ്ട. അതതിന്റെ വഴിക്ക് നടക്കും, അതിന്റെ സമയത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് ആകെ ശീലിച്ചിരിക്കുന്നത് ഏത് മാത്രമാണ്? മുടക്കൽ മാത്രം. ഇപ്പൊ അവസാനത്തെ മുടക്കാണ് എവിടെ എത്തിയത്? നോളജ് സിറ്റിയിൽ എത്തിയത്. മക്കളെ, നിങ്ങളെ കായ് പോയിട്ടോ, നിങ്ങളെ കായ് പോയി, കാര്യം അവിടെ നടക്കും. നോളജ് സിറ്റി അത് ഉയർന്നു വരും. ആ ഉയർന്നു വരുമ്പോ നിങ്ങളെ കുട്ടികളെയും അവിടെ ചേർത്ത് പഠിപ്പിക്കുന്ന കാലഘട്ടം വരും. അതിൽ യാതൊരു തർക്കവുമില്ല. മർക്കസ് വന്ന സമയത്ത് സർക്കസ് കൂടാരെന്നതിന് പറഞ്ഞിരുന്നത്. മർക്കസ് വന്ന കാലത്ത് അതിന്റെ പേരെന്തായിരുന്നു? സർക്കസ് കൂടാരെന്ന്. ആ സർക്കസ് കൂടാരത്തിൽ ആദ്യം കുട്ടിനെ കൊണ്ടുപോയി ചേർത്തത് ആരാന്ന് നിങ്ങള്? മഞ്ചേരിയിൽ ഇസ്ഹാഖ് കുരിക്കള. അങ്ങനെയാണ് തുടങ്ങിയിട്ട്. ഞാനിപ്പോ അതൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതൊക്കെ നിങ്ങളാണ് പേടി. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ അപ്പുറത്തിരിക്കുന്ന പ്രസ്ഥാനക്കാർക്കും വല്ല നല്ലതും ചെയ്യാൻ പരിപാടി ഉണ്ടോ? ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളി. അതിന് തൗഫീഖ് ഇല്ലേ? ചെയ്യണോലെ മുടക്കാൻ നിൽക്കണ്ട. ഈ നിങ്ങളെ മുടക്കലുണ്ടല്ലോ, അത് ഞമ്മക്കൊരാവേശം, അത്രേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ അതിലേക്ക് പോണില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്തുകൊണ്ട്? കാലാന്തരത്തിൽ പല പുതിയ പ്രസ്ഥാനക്കാരും വരും. പണ്ട് നമ്മുടെ ആളുകളൊക്കെ കടയിൽ പോയി വാങ്ങിയാൽ ഒരു ബനിയൻ നോക്കട്ടെ എന്ന് ചോദിച്ചാൽ കടക്കാരൻ ചോദിക്കാൻ അളവാണ്.
എത്ര നിങ്ങൾക്ക് വേണ്ടത്? 32 ഇഞ്ചോ 40 ഇഞ്ചോ എത്ര വേണ്ടത്? ഇപ്പൊ കടയിൽ പോയി ചോദിച്ചാൽ ഒരു ബനിയൻ നോക്കട്ടെ പറഞ്ഞാൽ കയ്യുള്ളതോ കയ്യില്ലാത്തതോ. അത് 2 സൈസ് ഉണ്ടായപ്പോഴാണ് അല്ലേ? പണ്ട് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാ. ആ ഇസ്ലാമിനെ പിന്നെ അപ്പുറത്ത് വഹാബിസം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആള് പഠിപ്പിച്ചിരിക്കുന്ന ആശയം. അതിന് മുമ്പ് അതിന് പാരമ്പര്യമില്ല. അവര് സമൂഹത്തിൽ വന്നു. വേറൊന്ന് ഖാദിയാനിസം. അഹമ്മദുൽ ഖാദിയാനി എന്ന ആള് വ്യാഖ്യാനിക്കപ്പെട്ട മുമ്പ് അതിനാരുമില്ല. അത് അയാളാണ് അതിന്റെ സ്ഥാപകൻ. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാം, അബുൽ അല മൗദൂദിയുടെ മൗദൂദിസം, അയാളാണ് അത് പഠിപ്പിച്ചത്. അയാളാണ് ഇതിന്റെ സ്ഥാപകൻ. അതിന്റെ മുമ്പ് അതിന് പാരമ്പര്യമില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ചങ്ങാതി വന്നിരുന്നല്ലോ, അവനെ കാണാനില്ല എന്ന് പറഞ്ഞു അല്ലേ? കുറെ അവിടെ മാന്തി ഇവിടെ മാന്തി ഒക്കെ നടന്നു നോക്കി, പിന്നെ ആളെ കണ്ടിട്ടില്ല എന്നാ കേട്ടത്. കണ്ടോ പിന്നെ? ഇപ്പൊ ആ ചങ്ങായിനെ മാന്താൻ പോയ സാധനത്തിന് തന്നെ പേരതാ അല്ലേ? എന്താ മാന്താൻ പോയ സാധനത്തിന് പറയാം? JCB എന്ന് പറഞ്ഞാൽ ജനാബ് ചേകനൂർ ബാക്കവി എന്നാണ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്ത, ഈ JCB ഇത് മാന്തി കുഴങ്ങിയിട്ട് JCB എന്നെ കൈ കാണിച്ച് കാണുന്നത് വേർക്കൽ തുടങ്ങി. പളച്ചോനെ കാന്തപുരത്തുന്നതിന് ഒഴിവാക്കി റബ്ബേ. അങ്ങനെയാണ് JCB ദ്വാരക്കരോട് ഇറക്കുകയോ ചെയ്യുള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ JCB ഈ ചേകനൂരിസം. എന്താ ചേകനൂരിസം? ചേകനൂരിസം കൊണ്ടുവന്നപ്പോൾ ചേകനൂർ ആദ്യം പറഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. സയ്യിദിന എന്ന് ചേർക്കാൻ പാടില്ല. സയ്യിദുന എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവേ എന്നാണ്. അതുകൊണ്ട് സയ്യിദുന എന്ന് സ്വലാത്തിന് ചേർക്കരുത്. അതിനു മുമ്പ് ചേകനൂരിന്റെ ആശയം ചേകനൂർ കൊണ്ടുവന്നു. ആ മതത്തിൽ ഓൻ്റെതേ ഉള്ളൂ. അത് ചേകനൂര് സ്ഥാപിച്ചത്, മറ്റത് അഹമ്മദുൽ ഖാദിയാനി സ്ഥാപിച്ചത്, മറ്റത് മൗദൂദി സ്ഥാപിച്ചത്, മറ്റത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത്. ഓരോന്നിനും ഒരു സ്ഥാപക നേതാക്കളുണ്ട്. ആ സ്ഥാപക നേതാക്കളെ മതമാണത് ഇസ്ലാം. അത് അള്ളാഹുവിന്റെ മതമാണ്. നമ്മൾ അംഗീകരിക്കുന്നത് ആ മതത്തെയാണ്. ആ ദീന് അത് സമാധാനത്തിന്റെ ദീനാണ്, അത് സാഹോദര്യത്തിന്റെ ദീനാണ്, അത് സ്നേഹത്തിന്റെ ദീനാണ്, അത് അച്ചടക്കത്തിന്റെ ദീനാണ്, അത് അനുസരണത്തിന്റെ ദീനാണ്. ആ അനുസരണത്തിന്റെയും അച്ചടക്കത്തിന്റെയും ദീനിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമാധാനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബിയെ കൂക്കി വിളിച്ചവരുണ്ടായിട്ടുണ്ട്, മുത്തുനബിയെ ആക്ഷേപിച്ചവരുണ്ടായിട്ടുണ്ട്, മുത്തുനബിയെ കല്ലെറിഞ്ഞവരുണ്ടായിട്ടുണ്ട്, മുത്തുനബിയെ ഏറെ ഉപദ്രവിച്ചവരുണ്ടായിട്ടുണ്ട്, മുത്തുനബിയെ നാട് കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സഹിച്ചപ്പോഴും ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി അപ്പോഴെല്ലാം സത്യം ഉറക്കെ പറഞ്ഞു. റസൂലുള്ള അപ്പോഴെല്ലാം അച്ചടക്കം പാലിച്ചു. നബിതങ്ങൾ ആ സമയത്തെല്ലാം സമാധാനിയായി ജീവിച്ചു. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ 1, 2, 3, 10, 100 ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഒറ്റയായി വന്നവർ പിന്നെ കൂട്ടമായി വരാൻ തുടങ്ങി. ഒരിക്കലും കല്ലെടുത്തെറിഞ്ഞ ആളുകളെ നബിതങ്ങൾ തിരിച്ചു എറിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ നബിതങ്ങൾ തിരിച്ച് ചീത്ത പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പരിഹസിച്ചവനെ നബിതങ്ങൾ തിരിച്ച് പരിഹസിച്ചിട്ടില്ല. ഇങ്ങോട്ട് കൂക്കി വിളിച്ചവനെ നബിതങ്ങൾ തിരിച്ച് കൂക്കി വിളിച്ചിട്ടില്ല. നബിതങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ കല്ലും മുള്ളും തടസ്സപ്പെടുത്തിയവനെ നബിതങ്ങൾ തിരിച്ചു ചെയ്തിട്ടില്ല. മുത്തുനബി ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ കുട്ടികളെ കൂട്ടി ചെണ്ട മുട്ടിയിട്ട് കൂക്കി വിളിപ്പിച്ചവനെ നബിതങ്ങൾ തിരിച്ചു ചെയ്തിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ കൂട്ടുകാരെ, പ്രവർത്തകരെ, നമ്മെ കൂക്കി വിളിക്കുന്നവർ അബൂജഹലിന്റെ പാരമ്പര്യക്കാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കൂക്കേണ്ടവരല്ല, നമ്മൾ തിരിച്ച് കളിയാക്കേണ്ടവരല്ല, നമ്മൾ തിരിച്ച് ആക്ഷേപം പറയേണ്ടവരല്ല, നമ്മൾ തിരിച്ച് ആക്രമിക്കേണ്ടവരല്ല. നമുക്ക് നമ്മുടേതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ വിജയം അല്ലാഹു തആല തരും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ അല്ലാഹു അടുത്ത ദറജ ഏറ്റി കൊടുക്കുമാറാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പ്
നമ്മളെ കേരളം കണ്ട വലിയ സയ്യിദന്മാരിൽ മഹാനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളവർകൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനും സമസ്ത എന്ന പണ്ഡിത സഭയോട് ഒറ്റി നിന്നുകൊണ്ടും ജീവിതത്തെ ചിട്ടപ്പെടുത്തിപ്പോയിരുന്ന ആളാണ് ബാഫക്കി തങ്ങളവർകൾ. അന്ന് 22ാമത്തെ തവണ ഹജ്ജ് ചെയ്ത് ബാഫക്കി തങ്ങളവർകൾ വിശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട ജന്നത്തുൽ മുഹല്ല ഖദീജ ബീവി കടക്കുന്നതിന്റെ തൊട്ട് താഴത്തെ കെട്ടിലാണ്. കാന്തപുരം ഉസ്താദും ഒന്നിച്ച് ഞങ്ങൾ മക്കത്തുൽ മുക്കറമയിൽ ഉള്ളപ്പോൾ ഖദീജ ബീബിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഇതാണ് ബാഫക്കി തങ്ങൾ കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ആ ബാഫക്കി തങ്ങൾക്ക് ശേഷം പിന്നീട് നമുക്കറിയാം ഒട്ടേറെ സയ്യിദന്മാർ. മർഹൂം പാണക്കാട് PMS പൂക്കോയ തങ്ങൾ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അടുത്ത കാലത്തായി വഫാത്തായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഒട്ടേറെ സയ്യിദന്മാർ. എന്നാൽ അടുത്ത കാലത്ത് ജീവിച്ച സയ്യിദും ആലിമും ഖാദിയും മുദർരിസും 18 ത്വരീഖത്തിന്റെ ഷെയ്ഖുമായ സയ്യിദാണ് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളവർകൾ. ആ തങ്ങളുപ്പാപ്പ സമസ്ത എന്ന പണ്ഡിത സഭയോട് ഒരു അസ്വാരസ്യമുണ്ടായി പിരിയുമ്പോൾ നമ്മളോട് ആരോടും തങ്ങളുപ്പാപ്പ, മക്കളെ ഞാൻ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരും, നിങ്ങൾ ഒപ്പുണ്ടാകുമോ എന്ന് ചോദിച്ചിക്കണം. നമ്മളോട് ആരോടും തങ്ങളുപ്പാപ്പ ഒപ്പുണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് പോയതല്ല. പിന്നെയോ പണ്ഡിത സഭയുടെ സ്ഥാപിത ലക്ഷ്യത്തോട് യോജിക്കാത്ത നടപടിക്രമങ്ങളെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടെ നിന്ന് ഇരിക്കുന്ന കസേരയിൽ ഇനിയും ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദീനുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുപ്പാപ്പ വന്നിട്ട് വലോ വഹദി, ഞാൻ പഠിച്ച ദീൻ പറയുന്നത് ഒറ്റക്കാണെങ്കിലും. ആ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ആ സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ ഇവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഒരുപോലെ ആദരിക്കുന്ന മഹാന മടവൂർ ശൈഖുനാ അവർകൾ, ഉപ്പാപ്പ നിങ്ങൾ ധൈര്യമായിട്ട് നയിച്ചോളൂ, അള്ളാഹുവാണ് വിജയിപ്പിക്കുന്നവൻ. തങ്ങളുപ്പാപ്പയെ പറ്റി നിങ്ങളൊന്ന് ഓർക്കണം. ഉള്ളാൾ തങ്ങളവർകൾ 40 തവണ ഹജ്ജും ഉംറയും സിയാറത്തുമായി നമ്മുടെ കേരളത്തിൽ നിന്ന് 40 തവണ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും പോകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു മഹാൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളാണ്. അല്ലാഹു തആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നോക്കണം, നാം ഓർമ്മിക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ദീന്, ആ ദീൻ നമുക്ക് നിലനിർത്തി പോരാൻ നമ്മൾക്ക് നേതൃസ്ഥാനത്ത് നിന്നിരിക്കുന്ന ആളെ നാം നോക്കണമല്ലോ. ആരാണ് നേതൃസ്ഥാനത്ത് വന്നത്? സമസ്ത എന്ന പണ്ഡിത സഭ, അതിന്റെ സമുന്നത നേതൃത്വത്തിൽ ഇരുന്നിരുന്ന മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. യാ റബ്ബ്, വഫാത്തായി പോയ പല നേതാക്കളും, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ശംസുൽ ഉലമ EK ഉസ്താദ്, അള്ളാഹു പദവി കൂട്ടിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കീയന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു റബ്ബി, ബഹുമാനപ്പെട്ട ഷെയ്ഖുന OK ഉസ്താദ്, അള്ളാഹുരൊക്കെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. എത്ര പർവ്വത തുല്യരായ പണ്ഡിതന്മാരാണ്. ആ കാലത്ത് സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുകയാണ് ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ. ആ അധ്യക്ഷ കസേരയിൽ നിന്ന് അന്ന് ഉള്ളാൾ തങ്ങളുടെ തൊട്ടടുത്ത കസേരയിൽ വൈസ് പ്രസിഡന്റായി ഉപാധ്യക്ഷനായി ഇരിക്കേണ്ട ആൾ ആരായിരിക്കണം എന്ന് അന്ന് പണ്ഡിതന്മാരുടെ മുഷാവറയിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാവരുടെ നാവിൽ നിന്നും വന്ന ഒറ്റ വാക്ക്, അത് ഉള്ളാളത്തെ കുഞ്ഞിക്കോയ തങ്ങൾ അഥവാ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാവട്ടെ. ആരൊക്കെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ എണ്ണിയ മുഴുവൻ മഹാന്മാരും? അന്ന് ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് PMS പൂക്കോയ തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലം,
ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുലേർ പാപ്പ ജീവിച്ചിരിപ്പുള്ള കാലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും കോട്ടുമല ഉസ്താദും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആളുകളൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലം. ആ ആളുകളൊക്കെ ജീവിച്ചിരിപ്പുള്ള അന്ന് ഉള്ളാൾ തങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ തൊട്ടടുത്ത കസേരയിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കാൻ ആർക്കാണ് അർഹതപ്പെട്ടത് എന്ന് നോക്കിയപ്പോൾ അത് ഉള്ളാൾ തങ്ങൾ മാത്രമായിരുന്നു. എല്ലാവരും ഒറ്റ വാക്ക് പറഞ്ഞത്. അങ്ങനെ തങ്ങൾ പാപ്പ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വൈസ് പ്രസിഡന്റ്. അങ്ങനെ ആ സമസ്ത നേതൃത്വം. അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ശംസുൽ ഉലമ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ ജനറൽ സെക്രട്ടറിയുടെ തൊട്ടടുത്ത് നിൽക്കേണ്ട സെക്രട്ടറി ആരായിരിക്കണം? അന്നത്തെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളും കോട്ടുമല ഉസ്താദും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ അവരെല്ലാവരും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ തൊട്ടടുത്ത് സമസ്തയുടെ തീരുമാനങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല പ്രാസംഗികനും നല്ല സംശുദ്ധമായ മലയാളത്തിൽ നല്ല ഏറ്റവും ആകർഷകമായ ശൈലിയിൽ നല്ല പ്രസംഗം ജനങ്ങൾക്ക് കാഴ്ചവെച്ചുകൊണ്ട് കൊടുക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ. പണ്ടത്തെ വയലു പരമ്പരയിലൊക്കെ നമുക്കെന്താ ബമ്പിച്ച വയലു പരമ്പരയാണ്. ആ ബമ്പിച്ച വയലിൽ ഏത് മാത്രമേ കേൾക്കലുള്ളൂ, വിഷയങ്ങളൊന്നും കൊടുക്കാറില്ല. ഇനി വിഷയം കൊടുത്താൽ തന്നെ എന്തുമാത്രം സന്താന ജീവിതം, കുടുംബ പരിപാലനം, ഇങ്ങനെയൊക്കെ 2-3 വിഷയം, മരണം, മരണാനന്തര ജീവിതം. ഇതാണ് മാറ്റിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വഅൽ പരമ്പരയുടെ വിഷയങ്ങളിലൊക്കെ തവസ്സുലും ഇസ്തിഗാസയും അഖീദ, ഔലിയാക്കളും കറാമത്തും, സ്ത്രീകളും ജുമുഅ ജമാഅത്തും, സുന്നത്തും ബിദ്അത്തും, ഈ വക വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് പണ്ഡിതോചിതമായി പ്രസംഗിക്കാൻ കേൾപ്പുറ്റ മഹാൻ അത് കാന്തപുരമാണ്. അതുകൊണ്ട് കാന്തപുരം ജോയിന്റ് സെക്രട്ടറി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത സഭ ഒന്നിച്ച് ഇ.കെ. ഉസ്താദ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കാന്തപുരം ഉസ്താദ് ജോയിന്റ് സെക്രട്ടറി, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ വൈസ് പ്രസിഡന്റ്. അങ്ങനെയാണ് നമ്മുടെ പണ്ഡിത സഭ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കാർക്കും കണ്ണിയത്ത് ഉസ്താദിനോ അല്ലെങ്കിൽ ഇ.കെ. ഉസ്താദിനോ എ.പി. ഉസ്താദിനെ സംബന്ധിച്ചോ താജുൽ ഉലമയെ സംബന്ധിച്ചോ എന്ത് തോന്നിയിട്ടില്ല? പാണ്ഡിത്യത്തിന്റെ കുറവ് തോന്നിയിട്ടില്ല, ഒരു വേണ്ടാവൃത്തിയുടെ പ്രവർത്തനം തോന്നിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ആലിമീങ്ങൾ എല്ലാവരും ഒരുപോലെ തക്ബീർ ചൊല്ലി അത് പാസ്സാക്കുമായിരുന്നില്ല. ആ മഹാന്മാരുടെ കൂടെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നയപരമായ പാളിച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അത് ഇ.കെ. ഉസ്താദും എ.പി. ഉസ്താദും തമ്മിലുണ്ടായി, കണ്ണിയത്ത് ഉസ്താദും താജുൽ ഉലമയും തമ്മിലുണ്ടായി. ആ ചെറിയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ പ്രശ്നങ്ങളായി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി അവര് വേറെയും ഇവര് വേറെയും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും അവര് സിറാത്ത് പാലത്ത് വന്ന് നേരെ സ്വർഗത്തേക്ക് പോകും. എ.പി. ഉസ്താദും താജുൽ ഉലമയും അവര് നേരെ പോകും. ആവശ്യമില്ലാതെ നാട്ടിലെ സാധാരണക്കാരനെ ഇ.കെ. എ.പി. പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഫസാദും ഫിത്നയും കുഴപ്പമുണ്ടാക്കിയവൻ സിറാത്ത് പാലത്തിന്റെ അടുത്ത് കടന്നുകൊണ്ട് നട്ടം തിരിയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ആരോഗ്യവും പണവും സൗകര്യവും ആയുസ്സും ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ അതിന്റെ വാതിൽ നമ്മൾ തുറക്കണം. ഗീബത്തിന്റെയും നമീമത്തിന്റെയും കള്ളത്തരത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും ഫസാദിന്റെയും മാത്രം വഴി സ്വീകരിക്കുന്ന ആളുകൾ മരിച്ചു പോകണ്ടയോ സഹോദരിമാരെ? നാളെ അള്ളാഹുവിന് മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടയോ? അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ദുനിയാവിൽ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും അല്ലേ? ഇവിടെ രക്ഷപ്പെടാൻ എന്തൊക്കെ ഹിക്മത്ത്, അതൊക്കെ പലതും സ്വീകരിക്കും. പക്ഷെ അത് അവിടെ നടക്കണ്ടേ?
ഇവിടെ ഇപ്പൊ പല ഹിക്മത്തും പല ആളും സ്വീകരിക്കണുണ്ടാവും. പണ്ട് നമ്മളവിടെ മൊല്ലാക്കാക്ക് ഒരു മോളുണ്ടേനും കെട്ടിക്കാൻ, നല്ല ഭംഗിയുള്ള കുട്ടിയാ. അപ്പൊ ഓളെ കല്യാണം അന്വേഷിക്കാണ്ട് ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോ മൊല്ലാക്ക പറഞ്ഞു, നല്ലോണം ഖുർആൻ ഓതാൻ വെക്കണം, ഓൽക്ക് എന്റെ കുട്ടിനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഒരു പുതിയാപ്പിള കാണാൻ വന്നു. ഓനോട് ചോദിച്ചു, എന്റെ പേരെന്താ കുട്ടി ചോദിച്ചു. എന്റെ പേര് യൂസുഫാണ്. എന്നാ അജ്ജി യൂസുഫ് സൂറത്തൊന്ന് ഓദിക്കാ, അതൊന്ന് കേക്കട്ടെ. ഓനുണ്ടത് ഓതാൻ കിട്ടണം. ഇങ്ങനെ മരുന്ന് കളിച്ചപ്പോ പറഞ്ഞു, ഓതാൻ കിട്ടാത്തവർക്ക് മകളെ കാണിച്ചു തരില്ല, അജ്ജി പോയിക്കോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ വേറൊരു പുതിയാപ്പിളാണ്. ഓനോട് ചോദിച്ചാൽ എന്റെ പേരെന്താ വെച്ചു. എന്റെ പേര് യൂനിസാണ്. എന്നാ യൂനിസ് സൂറത്തൊന്ന് ഓദിക്കാ കുറച്ചു. ഓന് ഓതാൻ കിട്ടാതെ ഇങ്ങനെ വയന്ന് കളിച്ചാണ്. അപ്പൊ മൊല്ലാക്ക പറഞ്ഞു, എന്റെ കുട്ടിനെ എനിക്ക് കാണിച്ചു തരില്ല കേട്ടോ, അത് ഓതാൻ വെക്കണോൽക്കേ പറ്റുള്ളൂ. 3ാമത്തെ ഒരുത്തം വന്നപ്പോ ഓൻ വിചാരിച്ച് കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ. ഓൻ കുറച്ച് വളവനാണ്. ഓൻ പോയിങ്ങാണ്ട് ചോദിച്ചു, ഓനോട് ചോദിച്ചു, അല്ല എന്റെ പേരെന്താ വെച്ചു. എന്റെ പേര് യാസീനാണെങ്കിലും വിളിക്കല് കൊള്ളു അല്ലാഹുവാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ ആ റോട്ടിൽ നിൽക്കണോലും ഇങ്ങോട്ട് പോരുന്നു. ഇനി ഓര് നീച്ചല്ല, ആ പോന്നോലോട് പോറ്റ. നിങ്ങൾ ഇരിക്കണോട് തന്നെ ഇരുന്നോളി, ആ പോന്നോലൊക്കെ പോറ്റ മുന്നിക്ക്. യാ അല്ലാഹ്. അതൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇവിടെ പോരുന്നുള്ളത് നമുക്കറിയില്ല. അള്ളാഹ് മഴക്കാലത്ത് മഴ തന്നെ ഉണ്ടാകുക, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞമ്മക്കിപ്പോൾ യോഗം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാണ് നാട്ടിൽ മഴ വേണ്ടേ. അള്ളാഹു അവന്റെ റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. അപകടമില്ലാത്ത രീതിയിൽ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ. ആഫത്തില്ലാത്ത രീതിയിൽ അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. കുറച്ചൊക്കെ മുന്നിക്ക് പോന്നാൽ അവിടെയൊക്കെ ഇരിക്കാം, അവിടെ ഇവിടെയൊക്കെ കസേരണ്ട്, ആവശ്യമുള്ളവർക്ക് ഇരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് രക്ഷപ്പെടാനേ പല ഹിക്മത്തും നടക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടണം. നമ്മൾ ഈ പ്രസംഗിച്ച് നടക്കുന്നതും കൊണ്ട്, നമ്മൾ ഈ പ്രവർത്തിക്കുന്നതും കൊണ്ട്, നമ്മളെ സംഘടനയും കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതൊരു സമ്പാദ്യമാവണ്ടേ. ഗീബത്ത് എഴുതി വെച്ചതുകൊണ്ട്, നമീമത്ത് പ്രസംഗിച്ചതുകൊണ്ട്, കള്ളത്തരം പ്രചരിപ്പിച്ചതുകൊണ്ട്, ആളുകളെ തമ്മിലടിപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വല്ല നേട്ടവും ഉണ്ടാക്കാൻ കഴിയുമോ? പടച്ച റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടണ്ടേ. അതുകൊണ്ടാണ് ഉള്ളാളത്ത് തങ്ങൾ പാപ്പ താജുല്ലുലമയോ, നമ്മെ വിട്ടുപിരിഞ്ഞ് വഫാത്തായ നൂറുല്ലുലമ എം.എ. ഉസ്താദോ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളോ, സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങളോ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളോ, അടുത്ത ദിവസം വഫാത്തായ തിരൂരങ്ങാടി വാപ്പു മുസ്ലിയാരോ, തലക്കളത്തൂർ ബാവ മുസ്ലിയാരോ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു ആലിമും നമ്മളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചീത്ത പറഞ്ഞോളിയും, നിങ്ങൾ ആക്ഷേപിച്ചോളിയും, ഞങ്ങളോട് ഒരാളും ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, നിങ്ങൾക്കറിയോ AP ഉസ്താദിന്റെ പ്രസംഗ വിഷയത്തിന്റെ CD മാർക്കറ്റിൽ ഒരു 1000 വിഷയത്തിലെങ്കിലും ഉണ്ട്. സമ്മേളനങ്ങൾ, വലിയ സമ്മേളനങ്ങൾ, ചെറിയ മഹല്ല് യോഗങ്ങൾ, പള്ളി ഉദ്ഘാടനങ്ങൾ, വഅള് പരമ്പരകൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു 1000 CD എങ്കിലും, ഒരു 1000 സ്ഥലത്ത് പ്രസംഗിച്ച പ്രസംഗങ്ങളെങ്കിലും ഇവിടെ മാർക്കറ്റിൽ CD കിട്ടാനുണ്ട്. ആ CD മുഴുവനും നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഈ സമൂഹത്തിന് ഉപകാരപ്രദമല്ലാത്ത ഒരു വാക്ക് AP ഉസ്താദിന്റെ നാവിൽ നിന്ന് വന്ന് ആ മഹാമനീഷിയെ പറ്റിയാണ്. അള്ളാഹുവെ നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാൻ, നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ. ഉമ്മമാരെ, ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ ഒരു പ്രാവശ്യം റമളാനു ഷരീഫിൽ ഉംറക്ക് പോയതാണ്. ഞാൻ റമളാനു ഷരീഫിൽ ഉംറക്ക് പോയി തവാഫ് നിർവഹിച്ചു. ഉംറയുടെ തവാഫ് കഴിഞ്ഞ് സഫാ മർവയിൽ സഅയ് നടക്കുക. ആ സഅയ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മുന്നിലുണ്ട് ഒരാള് സഅയ് ചെയ്തു പോണ്. ആർക്കും, എല്ലാവരും ഇഹ്റാമിലാണല്ലോ. അപ്പൊ പെട്ടെന്ന് വസ്ത്രം കൊണ്ടും മറ്റൊന്നും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ആളുകൾ ഇങ്ങനെ സഅയ് ചെയ്തു പോകുമ്പോൾ ഒരാള് മുന്നില് അല്ലാഹ് 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 ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് സഅയ് ഇങ്ങനെ നടക്കുകയാണ്. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്നു. അല്ലാഹു റബ്ബി, അത് ശൈഖുനാ കാന്തപുരം ഉസ്താദായിരുന്നു.
ഉസ്താദ് എന്നെ സലാം ചൊല്ലി, മോനെ എപ്പോഴാ വന്നത്? ഞാൻ കുറച്ച് സമയമായിട്ടുള്ളൂ എത്തിയിട്ട്, തവാഫ് കഴിഞ്ഞു. ആ സഅയ് തുടങ്ങിയിട്ടുള്ളൂ എന്ന് വെച്ചു. അതെ സഅയ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒറ്റക്കാണോ എന്ന് വെച്ചു ഉസ്താദ് എന്നോട്. അതെ ഞാൻ ഒറ്റക്കാണ്. ആ സമയത്ത് ഉസ്താദ് ആ കിട്ടിയ 2 മിനിറ്റിൽ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള സമയമാണ്, ഒറ്റക്ക് ചെയ്യലല്ല വേണ്ടത്. ഇവിടെ കണ്ണ് കാണാത്ത ആളുകളുണ്ടാകും, അവരെ കൈ പിടിച്ചിങ്ങാണ്ട് ചെയ്യാം. നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും, അവർക്ക് സഹായമായിട്ട് ചെയ്യാം. വിവരമില്ലാത്ത ആളുകളുണ്ടാകും, അവരെ കൂട്ടിയിട്ട് അവർക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചും കൊണ്ട് ചെയ്യാം. അപ്പൊ അള്ളാഹു വലിയ പ്രതിഫലം തരൂലേ? നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ ഇവിടെ വന്നാൽ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടിയിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. നോക്ക് നിങ്ങൾ, സഫാ മറുവക്കടയിൽ 1 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഉസ്താദിന്റെ മനസ്സെന്താണ്? ഉസ്താദിന്റെ ഉപദേശം എന്താണ്? ആ ഉസ്താദാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ നമ്മുടെ നാവ് കൊണ്ട് തെറ്റ് പറയാൻ നിൽക്കണ്ട കേട്ടോ. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതിന് നമ്മൾ സംസാരിക്കാൻ പോകണ്ട കേട്ടോ. ഇന്ത്യ രാജ്യത്ത് ഒരു 24 മണിക്കൂറിൽ ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ 3000 യതീം മക്കൾക്ക് ഓരോ ദിവസവും ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ഒരു പിതാവ് മതത്തിലോ രാഷ്ട്രീയത്തിലോ ഏതെങ്കിലും വിഭാഗത്തിലോ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ശൈഖുന കാന്തപുരം ഉസ്താദ്. ദൂരൊന്നും പോണ്ട, മർക്കസ് ഇവിടെ അടുത്താണ്. പലോര് യതീംഖാന നടത്തുന്നുണ്ട്. പല സ്ഥലത്തും യതീംഖാന നടക്കുന്നുണ്ട്. അവിടുത്തൊക്കെ ചിലപ്പോ പത്രത്തിൽ വാർത്ത വരുമ്പോ യതീം കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത് വാപ്പ വന്നപ്പോഴാണ്. പല യതീംഖാനക്കാർ റിപ്പോർട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? മർക്കസിലെ ഓർഫനേജിൽ യതീമായ മക്കൾ മാത്രമേ ഉള്ളൂ. മർക്കസിലെ പെൺകുട്ടികൾ പഠിക്കുന്ന ഓർഫനേജ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആൺകുട്ടികളും പെൺകുട്ടികളുമായി മർക്കസ് സ്ഥാപനങ്ങളിൽ 1000 യതീം മക്കൾ പഠിക്കുന്നു. ആ യതീം മക്കൾക്ക് താമസം, ഭക്ഷണം, പ്രാഥമിക ചികിത്സ, വർഷത്തിൽ ഒരു പെരുന്നാൾ ഡ്രസ്സ്, ഒരു സ്കൂൾ യൂണിഫോം അടക്കം അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ ലഭിച്ചുകൊണ്ടാണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മാത്രമല്ല, മർക്കസിന്റെ ഗേൾസ് ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടി +2 കഴിഞ്ഞു. ആ കുട്ടിയുടെ കുടുംബം ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടി വരുന്നത് എവിടെയാണ്? വാപ്പയില്ലാത്ത ആ മോളെ കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ AP ഉസ്താദിന്റെ അടുത്ത് സമ്മതം വാങ്ങാൻ വരികയാണ്. ഉസ്താദെ, മോൾക്ക് കല്യാണം വരുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു, കുടുംബത്തോട് യോജിക്കുന്ന പുതുമണവാളനെ നിങ്ങൾ കണ്ടെത്തുക. ഓരോ രാജ്യത്തുള്ള കുട്ടികളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഭർത്താവിനെ നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തി ഉടനെ ആ വിവരം ഉസ്താദിന് കൊടുത്തു. പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരന് 10,000 രൂപ. ആ പെൺകുട്ടിക്ക് 10 പവന്റെ ആഭരണം. ആ കുട്ടിയുടെ നിക്കാഹ് മർക്കസ് സ്ഥാപനങ്ങളിൽ വെച്ച്. ആ നിക്കാഹിന്റെ ഭക്ഷണം, ചെലവ് ഇതൊക്കെ AP ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ വക. ഈ രൂപത്തിൽ എത്രായിരം മക്കളെയാണ് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഉമ്മമാരെ. ആ ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പോരാ, അപകട മരണങ്ങൾ വർദ്ധിച്ചു, പെട്ടെന്നുള്ള അറ്റാക്ക് മരണങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ വന്നപ്പോൾ എത്ര ചെറിയ ചെറിയ ചോര പൈതലുകളാണ് വാപ്പയില്ലാത്ത. അത് വ്യാപിച്ചു വന്നപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ചോര പൈതലുകളാകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ഉമ്മയുടെ മാർവിടത്തിൽ കിടന്ന് വിഷമിക്കാണ്. ആ വിധവയായ പെണ്ണിന് ഈ യതീമായ കുട്ടിയെ പോറ്റാൻ നിവർത്തിയില്ല. ഈ കേസ് ഇങ്ങനെ വന്നപ്പോൾ AP ഉസ്താദ് ഹോം കെയർ ഓർഫനേജ്, വീട്ടിൽ വെച്ചുകൊണ്ട് യതീം മക്കളെ സംരക്ഷിക്കുക. കുട്ടി ഉമ്മയുടെ കൂടെ തന്നെ കിടക്കട്ടെ. ആ കുട്ടിക്കും ഉമ്മാക്കും ആവശ്യമായ സംരക്ഷണത്തിന്റെ എല്ലാ സംഗതികളും പരിശോധിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുട്ടികൾക്ക് മർക്കസിന്റെ സംരക്ഷണം നൽകും. ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം
2000 യതീമായ മക്കൾക്ക് ഇപ്പോൾ മർക്കസ് സംരക്ഷണ ചെലവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചോരപ്പൈതലുകളാകുന്ന 2000 യതീം മക്കളെയും മദ്രസ സ്കൂൾ പ്രായത്തിലെത്തിയ 1000 യതീം മക്കളെയും ദിവസവും പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു യതീം മക്കളുടെ പിതാവ് ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മാത്രമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ വിഷയം പഠിക്കണം. ഇത് ഞാൻ പറയുന്നത് അമേരിക്കയിലെ വിഷയമല്ല, നമ്മളെ നാട്ടിൽ കൂടെയുള്ള വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും പോരാ. ആ മർക്കസിൽ യതീം കുട്ടി പഠിച്ചു, പാവപ്പെട്ട കുട്ടി പഠിച്ചു കഴിയുമ്പോൾ കുട്ടിയുടെ ബുദ്ധിപരമായിരിക്കുന്ന വളർച്ചക്കും കുട്ടിയുടെ പഠന താല്പര്യത്തിനും അനുസരിച്ച് മർക്കസിലെ പഠനം പൂർത്തിയായാൽ ആ കുട്ടിക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം? കുട്ടിയുടെ താല്പര്യം എന്താണ്? അലിഗഡ് യൂണിവേഴ്സിറ്റിയാണോ, മഹാത്മജി യൂണിവേഴ്സിറ്റിയാണോ, യൂണിവേഴ്സിറ്റിയാണോ? ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ മർക്കസാണ് ആ കുട്ടിയെ അയക്കുന്നത്, മർക്കസാണ് ആ കുട്ടിക്ക് ചെലവ് കൊടുക്കുന്നത്. എത്രത്തോളം സഖാഫി ബിരുദധാരിയായിരിക്കുന്ന ഒരു പണ്ഡിതനായ കുട്ടി യതീം ഖാനയിൽ ചേർന്നതാണ്. അവനിപ്പോ സഖാഫിയായി. ഇനി അവൻ ഒരു ഉപരിപഠനം നടത്തണം. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ ഖൈറോവിലെ ജാമിഉൽ അസ്ഹറിൽ പഠിക്കണം. ജാമിഉൽ അസ്ഹറുമായി ഉസ്താദ് ടൈഅപ്പ് ചെയ്തു. എന്നിട്ട് ആ മുആദലയുടെ അടിസ്ഥാനത്തിൽ മർക്കസിൽ നിന്ന് കുട്ടിയെ അങ്ങോട്ട് അയക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട മുഴുവൻ ചെലവുകളും നൽകിക്കൊണ്ട് മർക്കസാണ് ഉപരിപഠനത്തിന് സഹായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി പഠനം പൂർത്തിയാക്കി വരുമ്പോൾ ഈ യതീമായ ഉമ്മാക്കും കുടുംബത്തിനും ജീവിക്കാൻ ഒരു അത്താണിയാകണ്ടേ? അപ്പോഴേക്കും ഉസ്താദ് പോയി അബുദാബിയിൽ പോയി അവിടുത്തെ പെട്രോളിയം കമ്പനിയുമായി ബന്ധപ്പെട്ടു. ഞാൻ ഇന്ത്യയിൽ വളരെ പാവപ്പെട്ട കുട്ടികളെയും യതീം മക്കളെയും പോറ്റി വളർത്തിയിട്ട് അവർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോട് മർക്കസിൽ വരണം. നിങ്ങളുടെ കമ്പനിയിലേക്ക് ആ കുട്ടികളെ പറ്റുമോ എന്ന് ഇന്റർവ്യൂ ചെയ്യണം. അഡ്നോക്ക് പെട്രോളിയം കമ്പനിയുടെ ആളുകൾ കോഴിക്കോട് വന്നു. ആ കുട്ടികളെ ഇരുത്തി മർക്കസിൽ വെച്ചുകൊണ്ട് അവരെ ഇന്റർവ്യൂ ചെയ്തു. ആ കുട്ടികൾ ഓരോ വിഷയത്തിലും കഴിവ് തെളിയിച്ച കുട്ടികളെ ആ കമ്പനി ഏറ്റെടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ, അത് മർക്കസിന്റെ വകയാണ് ഫ്രീ ആയി കിട്ടിയത്. ആ കുട്ടികൾക്ക് യാത്രാ സൗകര്യങ്ങൾ. ഇപ്പോ അത്തരം കുട്ടികൾ എത്ര എണ്ണമുണ്ടെന്നറിയോ? പെട്രോളിയം കമ്പനിയിൽ മാത്രം 3000-ന് മുകളിൽ കുട്ടികൾക്ക് വിദേശ രാജ്യത്ത് ഇന്ത്യയുടെ 50,000, 60,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന ജോലി 3000-ലധികം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഇന്ത്യൻ മണ്ണിൽ മതത്തിലോ രാഷ്ട്രീയത്തിലോ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മാത്രമാണ്. അബുദാബിയിൽ പോകുന്ന എത്ര ആൾ ഇവിടെ ഉണ്ട്? UAE-യിൽ പോകുന്ന എത്ര ആൾ ഇവിടെ ഉണ്ട്? ഒന്ന് അന്വേഷിച്ചു നോക്കൂ സഹോദരന്മാര്. എത്രായിരങ്ങളെ കാണാൻ നമുക്ക് മക്കളെ. അബുദാബിയിലെ മർക്കസ് ഓഫീസിൽ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ മണ്ണാർക്കാടുകാരനായ ഒരു കുട്ടി വന്നു, ചെറുപ്പക്കാരൻ. ആ കുട്ടി വന്നിട്ട് ചോദിക്കാണ്, ബാപ്പച്ചി വന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായി ഏതാ ഈ ബാപ്പച്ചി, ഈ കുട്ടിക്ക് ഏതാ ബാപ്പച്ചി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ മോനെ നീ എവിടെയാണ്? ഞാൻ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടൊന്നും ബാപ്പച്ചി അല്ലല്ലോ പ്രയോഗം, ബാപ്പ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉസ്താദെ എന്റെ വാപ്പ ഒരു ലോഡിങ് തൊഴിലാളിയായി ലോറിയുടെ മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു. അന്ന് ഞങ്ങൾ 2 കുട്ടികളാണുള്ളത്, ചെറിയ മക്കൾ. എനിക്ക് എന്റെ വാപ്പാനെ കണ്ട ഓർമ്മയില്ല. ഞങ്ങളെ ഉമ്മ അന്ന് ഞങ്ങളെ കയ്യും പിടിച്ചിട്ട് മർക്കസിൽ പോയി AP ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് കരഞ്ഞു. ഉമ്മ പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ മദ്രസിൽ 1-ാം ക്ലാസ്സിൽ ചേർത്താനയക്കണം. എൻ്റെ അനിയൻ അവനെ ചേർത്താൻ സമയമായിട്ടില്ല, 2.5 വയസ്സായ കുട്ടിയാണോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ യതീം ഖാനയിൽ ഈ കുട്ടിയെ അവളെ ചേർക്കാം, എന്നെ അവളെ ചേർക്കാന്ന്. അപ്പൊ എൻ്റെ ഉമ്മ ചോദിച്ചു, ഉസ്താദെ ഓനവളെ നിർത്തിയിട്ട് ഈ കുട്ടിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഉസ്താദ് എൻ്റെ ഉമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഉസ്താദ് പറഞ്ഞു,
ഇവിടെ ഓർഫനേജിൽ ചെറിയ കുട്ടികളുണ്ട്. അവരെ നോക്കാനും അവരെ സംരക്ഷിക്കാനും 3 സ്ത്രീകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. നിങ്ങളും കൂടി ഇവിടെ നിന്നോളി. ചെറിയ കുട്ടികളെ ഡ്രസ്സ് അലക്കി കൊടുക്കുക, അവരെ വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക, അവരെ ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുക. അന്ന് നിങ്ങൾ ഇവിടെ നിന്നോ. എൻ്റെ ഉമ്മാക്ക് അവിടെ ചെറിയൊരു ജോലി തന്നു. എൻ്റെ അനുജനെയും എന്നെയും അവിടെ നിർത്തി. അന്ന് മുതൽ അവിടെയുള്ള ആളുകളൊക്കെ ഉസ്താദിനെ ബാപ്പച്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളും വിളിച്ചു തുടങ്ങിയതാണ്. എനിക്ക് എൻ്റെ ഉപ്പയെ അറിയില്ല. എൻ്റെ ബാപ്പച്ചി AP ഉസ്താദാണ്. ആ കുട്ടി ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഉസ്താദ് ഇങ്ങോട്ട് കയറി വന്നു. യാ റബ്ബേ, ഉസ്താദ് ഇങ്ങോട്ട് വന്നപ്പോൾ ആ കുട്ടിയും ഉസ്താദും തമ്മിൽ കണ്ടപ്പോ ഒരു വല്യപ്പയും പേരക്കുട്ടിയും കണ്ട ഒരു വല്ലാത്ത രംഗം ഞങ്ങളുടെ ഒക്കെ കണ്ണ് നിറഞ്ഞുപോയി. ആ കുട്ടി അഡ്നോക്ക് പെട്രോളിയം കമ്പനിയിൽ ജോലിക്ക് വന്നിട്ട് ആദ്യത്തെ മാസം ശമ്പളം കിട്ടിയപ്പോ വന്നതാ അത് ബാപ്പച്ചിന്റെ കയ്യിൽ കൊടുക്കാൻ. മനസ്സിലാക്കി? ആ കുട്ടി ശമ്പളം വാങ്ങിയിട്ട് ആ ശമ്പളവുമായി വന്നിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കയ്യിലേക്ക് ആ പൈസ കൊടുത്തു. ഉസ്താദ് സന്തോഷത്തോടെ വാങ്ങിയിട്ട് അത് എണ്ണി നോക്കിയിട്ട് 100 ദിർഹംസ് ഉസ്താദ് എടുത്തു. ബാക്കി ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് മോനെ ഇത് ഉമ്മാക്ക് അയച്ചു കൊടുത്തളാ. 100 ദിർഹംസ് എല്ലാ മാസവും മർക്കസിലേക്ക് നീക്കി വെക്കണം. നീ പഠിച്ചത് പോരെ, നിന്റെ പൈസ കൊണ്ട് ഇനി വേറൊരു കുട്ടി പഠിച്ചോട്ടെ. 100 ദിർഹംസ് വാങ്ങി വെച്ചിട്ട് ബാക്കി ഉസ്താദ് തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്ര മക്കൾ, എത്രായിരം മക്കൾ, ഈ തോന്നിവാസം എഴുതി വെക്കുന്ന മക്കളെ, ഈ കുഴപ്പം കുലുമാരും പിസ്തരിയും പസാദും മാത്രമായിട്ട് നടക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിന് സാധിക്കൂലെങ്കിൽ സാധിക്കുന്നവര് ചെയ്തോട്ടെ. പ്രസവിച്ച പെണ്ണിന് തൂമിച്ചോറ് കിട്ടണാണ് മച്ചിന്തിനാ കലൊടക്കണത്. നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യുന്നവർ കഴിയോട്ടെ. പിന്നെ മത്സരിക്കണം. AP ഉസ്താദ് 3000 കുട്ടിയേക്ക് വാങ്ങിക്കൊടുത്തപ്പം മത്സരിച്ചോളി, നിങ്ങൾ 6000 കുട്ടിയേക്ക് വാങ്ങിക്കൊടുക്കും. മത്സരം എന്ന് കാണാനോ? AP ഉസ്താദ് നോളജ് സിറ്റ് ഉണ്ടാക്കിയപ്പോഴേ ഞങ്ങളൊന്ന് ഇന്റർനെറ്റ് സിറ്റ് ഉണ്ടാക്കിക്കോളി എന്ന് കാണാനെന്നാലും ആ മത്സരത്തിനൊന്നുമില്ല. പിന്നെന്താ മത്സരം? മത്സരം ഫിത്ന, ഫസാദ്, ഗീബത്ത്, നമീമത്ത്, അക്രമം, അനീതി, വെറും ഫസാദും കൊണ്ട് നടക്കുന്ന ഏർപ്പാട് മാത്രം. ബദിരീങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. നമുക്ക് അത്ര ആവശ്യമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഉ മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദറതൻ വസുറൂറ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. നമ്മൾ ചെയ്യുന്ന കാര്യം പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്ക, യതീമനെ തീറ്റിപ്പോറ്റ, പാവപ്പെട്ടവന്റെ അത്താണിയായി പ്രവർത്തിക്ക. ഇതൊക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയാവണം? ലിവജ്ഹില്ലാഹ്, പടച്ച റബ്ബിനെ വിചാരിച്ചിട്ട് ചെയ്യണം. അള്ളാഹുവിനെ വിചാരിച്ച് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് എത്ര കാലമായി നിങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. ആരൊക്കെ നിങ്ങളെപ്പുള്ളത്? എല്ലാ ഹോജാക്കളും നിങ്ങളെപ്പുണ്ട്. എന്നിട്ട് കൊല്ലത്രയായി? 3 പതിറ്റാണ്ടായി ഇല്ലേ? SSF എന്ന പ്രസ്ഥാനം കേരളത്തിൽ എല്ലാ മഹല്ലത്തുകളിലും പരന്നു കിടക്കുന്ന യൂണിറ്റ് കമ്മിറ്റി. തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും വ്യത്യാസമില്ലാതെ എല്ലാ ജില്ലകളിലും അതിന്റെ സെക്ടർ കമ്മിറ്റി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ഡിവിഷൻ കമ്മിറ്റി. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും അതിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി. സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റി. ലക്ഷക്കണക്കിന് ചുണക്കുട്ടികളായ മെമ്പേഴ്സ്.
ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആധികാരികമായി പറയാനും പഠിപ്പിക്കാനും ഒക്കെ കെൽപ്പുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ വാർത്തെടുത്തുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ തണലിൽ അത് വളരുന്നു, ഇനിയും വളരുമാറാവട്ടെ. ഞാൻ ഇവിടുത്തെ സാധാരണക്കാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ SSF എന്ന പ്രസ്ഥാനത്തിന് വളരെ വലിയ വേരോട്ടം എല്ലാ മഹല്ലത്തുകളിലുമുണ്ട്. അതിന് മുകളിൽ SYS എന്ന ബഹുജന സംഘടന കേരളത്തിൽ 6000-ത്തിലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റി SYS-ന്, എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് കമ്മിറ്റി, സോൺ, അതിന് മുകളിൽ അതിന്റെ സെക്ടർ കമ്മിറ്റി, സോൺ കമ്മിറ്റി, എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിക്ട് കമ്മിറ്റി, അതിന് സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റി, ലക്ഷക്കണക്കിന് മെമ്പർമാർ. ഈ ഇന്ത്യ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, പോലീസ് വകുപ്പുണ്ട്, ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ഒരു ഓഫീസോ ഒരു പള്ളിയോ ഒരു മദ്രസയോ ഒരു സ്ഥാപനമോ ഇതുവരെ ആർക്കും റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പ്രവർത്തകനെയും എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടെയെങ്കിലും നമ്മളെ ഒരു പ്രവർത്തകനെ ആ രൂപത്തിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളെ നാട്ടിലെ ഈ കുട്ടികളെ കാണിങ്ങൾ, ഇവിടെയുള്ള SSF-ന്റെ പ്രവർത്തകന്മാർ, നിങ്ങൾക്ക് എന്താണ് അവരെ പറ്റി പറയാനുള്ളത്? അവരിവിടുത്തെ കൊലയാളികളാണോ? അവരിവിടുത്തെ കള്ളന്മാരാണോ? അവരിവിടുത്തെ കൊള്ളക്കാരാണോ? അവരിവിടുത്തെ തോന്നിവാസികളാണോ? അവരിവിടുത്തെ വേറെ ഏതെങ്കിലും പോലീസ് അന്വേഷിക്കുന്ന വിഭാഗമാണോ? നിങ്ങളെ നാട്ടിലെ SSF-നെ നോക്കുക, അങ്ങോട്ട് മേലോട്ടും. ഇവിടുത്തെ SYS-ന്റെ പ്രവർത്തകരെ നോക്ക്. പിന്നെ ഇവിടെ പറയുമ്പോ പറയും അവിടെയാണ്, അവിടെ പറയുമ്പോ പറയും ഇവിടെയാണ്, മറ്റോടത്ത് പറയുമ്പോ പറയും മറ്റോട്. ഇത് ഫസാദുകാരുടെ സ്ഥിരം ശൈലിയാ. ബഹുമാനപ്പെട്ട ശൈഖുന പൊന്മള ഉസ്താദ്, അള്ളാഹുവിന് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ മസലകൾ പണ്ഡിതോചിതമായി ആധികാരികമായി സുബ്ഹാനല്ലാഹ് 10ഉം 300ഉം ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള മുദർരിസുമാർ അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഉസ്താദിനുള്ള മസല ഇങ്ങനെ ചോദിച്ചാൽ ഹൈപ്പർ കമ്പ്യൂട്ടർ ആ ആയത്തിന്റെയും ഹദീസിന്റെയും ഫിഖഹിന്റെയും അടിസ്ഥാനത്തിൽ മസലകൾ ഇങ്ങനെ കാണാതെ എന്താണ് ആ ദർസിന്റെ ഒരു ശക്തി? അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഓ സഹോദരിമാരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ എത്ര CD നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ട്, എത്ര വഅദ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എതിരിൽ നിൽക്കുന്ന വഹാബിസവും മൗദൂദിസവും അടക്കമുള്ള എല്ലാ പ്രസ്ഥാനക്കാരും ഒതുങ്ങിപ്പോയത് പേരോട് ഉസ്താദിന്റെ അടുത്ത കാലത്തെ ഒട്ടനവധി പ്രഭാഷണങ്ങളല്ലേ. അല്ലാഹുവേ, ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് ഒന്നും നടക്കൂല എന്ന് തോന്നിയപ്പോ പൊന്മളതീന്ന് രാജിവെച്ചിരിക്കുന്നതാണ് കുറച്ച് ആൾക്കാർ. പേരോട് തീക്കഞ്ഞ് വരൂല എന്നിട്ട് വേറൊരു കൂട്ടർ. വേറൊരു സത്യം നോക്കുമ്പോ AP ഉസ്താദും പേരോടും തമ്മിൽ ഭയങ്കര തെറ്റാണ്. അതിന് മധ്യസ്ഥം വഹിക്കാൻ പോയേക്കാണ് കൂറ്റമ്പാറ. മധ്യസ്ഥം വഹിച്ചാണ് മൂപ്പരിപ്പ അങ്ങോട്ട് ചാഞ്ഞിക്കണ്. എവിടേക്ക് ചാഞ്ഞിക്കണ്? പേരോട് ഉസ്താദിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞിക്കണ്. അടുത്ത സമയത്ത് പേരോടും കൂറ്റമ്പാറയും കൂടി ഒന്നാകും, കാന്തപുരം ഒഴിവാകും. കൂടാരത്തിൽ നിന്ന് കൂടൊഴിയുന്നു. പൂതിയായിട്ട് ഇങ്ങനെ നടന്നോളി. വേറെ വല്ല പണിയെടുത്തോളാം മക്കളെ. ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലേ? എത്രേ ഹൈറായ സംഗതികൾ ചെയ്യാണ്ട്. എത്ര ഹൈറായ സംഗതികൾ ചെയ്യാണ്ട്. ഇതിനിടക്കുണ്ടതിന് ഒരു പരിപാടി. എന്താണത്? കാന്തപുരം വിട്ട ആളുകൾക്കൊക്കെ സ്വീകരണം. നമ്മളും തന്നെ എന്ത് ചെയ്ത് ചെറിയൊരു
റഹ്മത്താൻ വേഷം ഒരു സടക്കോ സഭയ്ക്ക് ഒരു മനുഷ്യൻ വരണോ ഒരു സക്കാഫിയും കൂടി ഉണ്ട് എന്ന് പറയണം. അതന്നെയാണ് ഞങ്ങളെ വിജയം. എന്റെ ചെറുപ്പക്കാർ കുട്ടികളെ നിങ്ങൾ വിചാരിച്ചപ്പോ ഇതൊക്കെ ചെറിയ ബിൽ ഹിക്മത്തിയാണ്. മറ്റേ ചങ്ങായി പറഞ്ഞ പേര് യാസീനാണെങ്കിലും പിടിച്ചൽ കുല്ലുവല്ലാഹുവാണ്. അപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സംഘടനാപരമായിട്ട് പറയുമ്പോൾ ഇതിലൊക്കെ പല നയങ്ങളും പല പരിപാടികളും ഒക്കെ ഉണ്ടാകും. അതാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ നോക്കുമ്പോ കണ്ടലങ്ങൾ എന്തൊരു റാഹത്തായി നമുക്ക് അല്ലേ. ഇപ്പൊ സക്കാഫികൾ വരിക എന്ന് പറഞ്ഞാല് എല്ലാവർക്കും നമ്മളെ കൂട്ടത്തേക്ക് ഞമ്മക്ക് പേരോട് സക്കാഫി വരിക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഞമ്മളൊക്കെ കൂടാ. മറ്റേ ഗ്രൂപ്പിന് ഒരു സക്കാഫി വരിക എന്ന് പറയുമ്പോൾ ഓൽക്കും ഭയങ്കര സന്തോഷം. അതന്നെയല്ലേ AP ഉസ്താദിന്റെ വിജയം, അതന്നെയല്ലേ മർക്കസിന്റെ വിജയം, അതന്നെയല്ലേ നമുക്ക് വേണ്ടത്. അൽഹംദുലില്ലാഹ് സക്കാഫികൾക്ക് നിങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ചില്ലേ, അതന്നെയാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ വെല്ലുവിളിച്ചണ്ട, പതുക്കെ ഈ വിളി എന്നേറ്റ് പോയാൽ മതി. ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കണ വിളിണ്ടല്ലേ, സക്കാഫി വരുന്നു അല്ലാഹു അക്ബർ, ആ വിളി തന്നെ മതി. നമുക്ക് ആ പോക്കന്നെ പോകാം, ഇനി വെല്ലുവിളിച്ചാനൊന്നും നിൽക്കണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം, കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനം, നമ്മളെ വിജയം കണ്ടെങ്കിൽ ഉസ്താദ് പഠിപ്പിച്ച കുട്ടികൾ. പിന്നെ അപ്പൊ നിങ്ങളാരോ ചോദിച്ച് ആദ്യം പിന്നെ ഉസ്താദ് സക്കാഫി അവിടെ പോയിട്ട് ഓരോന്ന് പറയാളോ, ചാരിയത് മണക്കും, കുറച്ച് ദിവസം അതുണ്ടാവും അല്ലേ. അത് നിങ്ങളത്ര കണക്കിലെടുക്കാൻ നിൽക്കണ്ട. അപ്പൊ അവിടെ ഇപ്പൊ പണ്ഡിതന്മാരും മറ്റൊന്നും ഇല്ലാതെ കുഴങ്ങിങ്ങാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മക്ക് എന്താ കൊടുത്തൂടെ, ഒരു 4 ആളും കൂടി കൊടുത്തൂടെ. അങ്ങനെ നമുക്ക് ഇങ്ങനെ കൊടുത്ത് അതൊരു 40 ആകും, ഇവിടെ ഒരു 40 ആകും. അപ്പൊ 2 മുഷാവറയും കൂടി സക്കാഫി മുഷാവറയാവും. ഒരുമിച്ച് പോകുന്ന കാഴ്ച കാണാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണം റഹ്മാൻ. അതല്ലേ നമുക്ക് വേണ്ടത്. പ്രസ്ഥാനത്തിന്റെ വിജയം മനസ്സിലാക്കണം. അവിടെ നമ്മൾ നിൽക്കേണ്ടത് അല്ലേ. നമ്മളെ വിജയം എപ്പോഴാണ് നിൽക്കുന്നത്? ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അല്ലേ. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തിരിക്കുന്ന ആളാണ് ആര്? വഹ്ശി റളിയല്ലാഹു അൻഹു അല്ലേ. അതാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തിരിക്കുന്ന കൊലയാളി എവിടെ വന്നു? പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്ഥാനത്തിൽ വന്നു. അതാണ് ഈമാൻ. നമ്മൾ മനസ്സിലാക്കണം. സക്കാഫിനെ തീരെ കടത്താൻ പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. സക്കാഫി കയറിയ പള്ളി കേഴുകി ചില ആൾക്കാർ. അങ്ങനത്തെ സ്ഥലത്തൊക്കെ സക്കാഫിനെ കൊണ്ടുപോകാണ്. സക്കാഫി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചാൾ കാത്തിക്കുക, ഇവിടെ കാത്തിക്കുക, ഈ ഊടുവഴിയിൽ കാത്തിക്കുക, മറ്റേ റോട്ടിൽ കാത്തിക്കുക. പടച്ചോനെ ആദ്യം വരുമ്പോ മുത്തായി എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സക്കാഫിന് വന്നപ്പോ അതിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു. ഞമ്മക്ക് 4 സക്കാഫികളാണ് കൊടുക്കാന്ന് തക്ബീർ ചൊല്ലി സ്വീകരിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ എനിക്കെന്താ പറ്റൂലേ? കൊടുക്കുക, അല്ലാതെ എന്താ? അതിനല്ലേ നമ്മൾ സക്കാഫികളെ ഉണ്ടാക്കിയത്. ഇൻഷാ അല്ലാഹ് ഒക്കെ നമ്മളെ കുട്ടികളല്ലേ. ഓരവിടെ പോയൊക്കെ റാഹത്തായിട്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേക്ക് എത്തിക്കും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യപ്പെട്ട ആവശ്യമുള്ളത് ഒട്ടേറെ സംഘടനാപരമായിട്ട് പറയണോ, അതൊക്കെ നമുക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് നമ്മുടെ ഈ നാട്, ഇവിടുത്തെ പ്രായമുള്ളവർക്ക്, ഇവിടുത്തെ രോഗികൾക്ക്, ഇവിടുത്തെ അറിവില്ലാത്തവർക്ക്, ഇവിടുത്തെ സഹോദരിമാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ അഖീദയിൽ നിന്നുകൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. മടവൂർ ശൈഖുനയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഉപകാരപ്രദമായത് ചെയ്യുക. മമ്പുറം തങ്ങളെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഉപകാരപ്രദമായത് ചെയ്യുക. ഔലിയാക്കളെ മാർഗത്തിൽ നിന്നുകൊണ്ട്. ആ ഔലിയാക്കളെ മാർഗത്തിൽ നിന്ന് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാകും. ആ പൊരുത്തം കിട്ടണോ? ഏത് സംഗതി ചെയ്യുമ്പോഴും വജ്ഹില്ലാഹി, നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിങ്ങളെ നാട്ടുകാരൻ
നിങ്ങളുടെ നാട്ടുകാരനായ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇവിടെ പ്രസവിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ പ്രവർത്തിച്ച്, ഇവിടെ വലുതായി, ഈ നാട്ടിലെ സംഘടന 4 കുട്ടികളെ കൊണ്ട് തുടങ്ങി, അത് ഇപ്പൊ എത്തി നിൽക്കുന്ന സ്റ്റേജ് വിഷയങ്ങളൊക്കെ നിങ്ങൾ നാട്ടുകാരൻ കുട്ടികൾ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ സാന്ത്വന പ്രവർത്തനം നടക്കട്ടെ. ജനങ്ങൾക്ക് ആവേശമുള്ള, ജനങ്ങൾക്ക് ശാന്തി ലഭിക്കുന്ന, ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ശാന്തതയുടെ നാട്, സമാധാനത്തിന്റെ നാട്, ഐശ്വര്യത്തിന്റെ നാട്, പ്രിയപ്പെട്ടവരെ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കേണ്ട നാട്. അതിനുവേണ്ടി പാവപ്പെട്ട കുടുംബത്തിലെ മക്കളെ കെട്ടിച്ചയക്കാൻ ത്വര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ വേദന കൊണ്ട് കൽബ് കത്തുന്ന ഉമ്മമാരുണ്ട്. അവർക്കൊരു തണലാകാൻ SYSന്റെ SSFന്റെ കൂട്ടുകാരെ നിങ്ങൾ പ്രവർത്തിച്ചോ. റബ്ബ് നമ്മളെ കൈയൊഴിക്കൂല. സാന്ത്വനം ക്ലബൊക്കെ തുടങ്ങിയപ്പോൾ ഒരു മഹല്ലത്തിൽ ചെന്നപ്പോ അവിടുത്തെ കൂട്ടുകാർ അല്ലാ ആ മഹല്ലത്തിലുള്ള 3-4 വയസ്സായിരിക്കുന്ന ആളുകൾ സുഖമില്ലാതെ കിടപ്പ, അവരെ സംരക്ഷിക്കാൻ ആളില്ല. എന്താ, എഴുന്നേറ്റ് നിൽക്കാൻ സ്വന്തമായിട്ട് അവർക്ക് പറ്റൂല. ആരെങ്കിലും താങ്ങി കസേരയിലിരുത്തിയാൽ ഇരിക്കാം. അങ്ങനെയുള്ള വല്യപ്പാർക്ക് ജുമഅക്ക് പോകാൻ വല്ലാത്ത പൂതിയുണ്ട്, പക്ഷെ അവരെ കൊണ്ടുപോകാൻ ആളില്ല. നമ്മളെ സാന്ത്വനം വളണ്ടിയേഴ്സ് വെള്ളിയാഴ്ച രാവിലെ ആ വീട്ടിൽ പോയി ആ വല്യപ്പാനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിക്കൊടുത്ത് മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത്, എന്നിട്ടോ നമ്മളെ വീൽ ചെയറിൽ ആ വല്യപ്പാനെ ഇരുത്തിയിട്ട് ജുമുഅത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. ജുമുഅക്ക് കൂടി ജുമുഅ കഴിഞ്ഞ് ആ വല്യപ്പാനെ വീട്ടിലെത്തിച്ചു കൊടുത്ത് ആ വല്യപ്പായ എടുത്തിട്ട് കട്ടിലുമേൽ കടത്തി കൊടുത്തിട്ട് വല്യപ്പ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുട്ടികളോട് വിളിക്കാൻ പറയണം, ഇല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ പിന്നെയും വരട്ടോ എന്ന് പറയുമ്പോ ആ വല്യപ്പാന്റെ ചുണ്ടിൽ നിന്ന് മക്കളെ അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കൂല കേട്ടോ. അപ്പ ആ കുട്ടികള് മുപ്പാപ്പ ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് കാന്തപുരം ഉസ്താദാണ് ഞങ്ങൾക്കത് പഠിപ്പിച്ചത്. ഉസ്താദിന് അള്ളാഹു തആല ഇസ്സത്ത് കൊടുക്കട്ടെ. അതാണ് കാന്തപുരം ഉസ്താദിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും വിജയം. ഇതിനെ തളർത്താനേ നിങ്ങൾക്ക് ആർക്കും കഴിയൂല മക്കളെ, അത് വെറുതെ വിചാരിക്കണ്ട. അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. ഉമ്മമാരോടും സഹോദരിമാരോടുമൊക്കെ ഇങ്ങനെയുള്ള പലതും നാട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കിട്ടണം, കാലിക വിദ്യാഭ്യാസം കിട്ടണം. 2 വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ. ആ 2 വിദ്യാഭ്യാസമുള്ള കുട്ടികൾ വളർന്നു വരുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ വളരെയധികം നോക്കണം. ഇന്ന് വാട്സപ്പും ഇന്റർനെറ്റും അതുപോലെ ഉപയോഗങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ ഒഴിവാക്കൂല. പിന്നെയോ അതൊക്കെ എങ്ങനെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ കൊണ്ടുവരാൻ കഴിയും, മതത്തിന്റെ ചട്ടക്കൂട്ടിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, ദീനിയായി ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ കഴിയും. ചെറുപ്പം മുതൽക്കേ നമ്മുടെ കുട്ടികൾക്ക് എ എന്ന് ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിക്കുമ്പോൾ എ അല്ലാ എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുക, കാലിക വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളെ വാർത്തെടുത്തുകൊണ്ട് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ഉമ്മ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത, എത്ര വലിയ ശമ്പളം വാങ്ങുന്നവനായാലും ഉപ്പ എന്ന് വിളിക്കാൻ ലജ്ജയില്ലാത്ത, എത്ര വലിയ ദറജയിലെത്തിയാലും മാതാപിതാക്കളെ അനുസരിക്കുന്ന ആ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നമ്മളെ ചെറിയ മദ്രസകൾ, ആ മദ്രസ കഴിയുമ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ 1-ാം ക്ലാസ്സിൽ ചേർത്ത്, അത് കഴിയുമ്പോൾ നമ്മുടെ ദഅവ കോളേജുകളിലായി. അങ്ങനെ കുട്ടികൾ പഠിച്ചു വരുമ്പോ അടുത്ത യുഗത്തിൽ നമ്മളെ കുട്ടികൾക്ക് ദീൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കണമെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കണം. നിങ്ങൾ നോക്കി, പണ്ട് നമ്മളെ വലിയ മുതലാളിന്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫോണ്, ഇത്ര വലിപ്പമുള്ള ഫോണ്, അത് നനക്കാൾ ഒച്ച ഉണ്ടാക്കിയാൽ നാട്ടുകാർക്കൊക്കെ ബേജാറായി. എന്ത് കട്ടക്കാരാണാവോ പടച്ചോനെ വരുന്നത്, കമ്പി അടിച്ചാന്നൊക്കെയാ പറയല് പറഞ്ഞു അല്ലേ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചാൽ നടന്നും കേട്ടു. പിന്നെ അങ്ങോട്ട് പോയതിന് ശേഷം മറ്റേ വിരലിട്ട് കാണ്ടും കേട്ടു. ആ ഫോണ് പോയി. പിന്നൊക്കെ ഫോൺ എന്തായി, പിന്നെ ഫോൺ ഇങ്ങനെ എന്തായി, കുത്തല. അത് പിന്നെ നമ്മളൊക്കെ പോക്കറ്റിലായി, എല്ലാരെ കയ്യിലുമായി മൊബൈല്. ഇപ്പോഴോ ആ കുത്തണ മൊബൈൽ പോയി കാണ്ട് പിന്നെ
തോണ്ടുകയാണ്. ആര് നമ്മളെ വീട്ടിലെ 2.5 വയസ്സായ കുട്ടി 2 വയസ്സായ കുട്ടി ഓനും തോണ്ടുകയാണ്. ഇപ്പോഴത്തെ ജനിച്ചു വളർന്ന കുട്ടികളെ കൂട്ടത്തിലെ 5 വയസ്സുകാരന് ഈ വിഷയത്തിലെ വിവരവും 20 വയസ്സുകാരന്റെ വിവരവും ഏകദേശം തുല്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ 20 വയസ്സുകാരനും 5 വയസ്സുകാരനും ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിവരം എവിടെയാണ്? തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഓർക്കുക, ഈ 5 വയസ്സുകാരന് 25 എത്തുമ്പോ നമുക്ക് എത്ര ആയിട്ടുണ്ടാകും? 45 ആയിട്ടുണ്ടാകും. അപ്പൊ ആ 45-ന് മുകളിൽ നിൽക്കുന്ന ആളുകളെ ഈ കുട്ടികളെ മുമ്പിൽ നമ്മളൊക്കെ വേസ്റ്റുകളായി മാറും. നമ്മളൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, നമ്മളവർ കളിയാക്കും. ഏതുപോലെ ഇപ്പോ പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത ആളാണെങ്കിൽ എന്ത് വിഷമാണ് ഇപ്പൊ, അല്ലേ? ഒരാൾക്കും അവന്റെ പേരെഴുതി ഒപ്പിടാൻ അറിയില്ല, ഒരു വല്ലാതെ കഷ്ടപ്പെടേണ്ട ഇപ്പൊ. അതല്ലേ നമ്മളതിനിടയ്ക്ക് ഒരു കാർഡ് ഉണ്ട്, ഇപ്പൊ കോടതി പറഞ്ഞതിന്റെ ആവശ്യമില്ല. എന്തിനതിന്റെ പേര്? ആധാർ. നമ്മളെ മേമാരിയാക്കാൻ ആധാറിന് വേണ്ടി കൊണ്ടുവന്നിട്ട് മൂപ്പരെ കണ്ണിന്റെ ഫോട്ടോ എടുക്കല്, ഈ വിരലെടുത്ത് മറ്റേ വിരലെടുത്ത് ഇതൊക്കെ കൂടെ എടുത്തു കഴിഞ്ഞാണ്ട് പോകാൻ പറഞ്ഞപ്പോ മൂപ്പര ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, കുട്ടിയെ ഇന്റെ കാലിന്റെ വിരലുമ്പത്തും കൂടെ എടുത്തളാ, ഇനി എനിക്ക് വരാൻ കൂടൂല കേട്ടോ. നിങ്ങൾ എല്ലാ വിരലും എടുത്തു നോക്കുകയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈ 90 വയസ്സായ വല്യപ്പാക്ക് പേരെഴുതി ഒപ്പിടാൻ അറിയില്ല. എന്താ അയാളെ സങ്കടം? എന്നാൽ ഒരു 10 കൊല്ലത്തിനുള്ളിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആള് ഇന്നത്തെ പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത ആളെ സ്ഥാനത്തായിരിക്കും. അപ്പോഴാണ് നമ്മൾ തീറ്റിപ്പോറ്റി വളർത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രസവിച്ച കുട്ടിക്ക് നമുക്ക് 50 വയസ്സാകുമ്പോൾ നമ്മളവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കാനും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ കുട്ടികൾ എത്ര വളർന്നാലും, ഏതൊക്കെ യുഗം വന്നാലും, കമ്പ്യൂട്ടർ യുഗമായാലും, ഇന്റർനെറ്റ് യുഗമായാലും, ഹൈടെക് യുഗമായാലും, IT യുഗമായാലും, ഏത് യുഗമായാലും മാതാവ് മാതാവാണ്, പിതാവ് പിതാവാണ്, ഉസ്താദ് ഉസ്താദാണ്. ആ രൂപത്തിലുള്ള മക്കളെ വളർത്തിയെടുക്കാൻ അതിനാണ് നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നോളേജ് സിറ്റി സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് കാവൽക്കാരാക്കി നിർത്താൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 100 ഏക്കർ ഭൂമി വാങ്ങിയിട്ട്, യാ റബ്ബ്, നോളേജ് സിറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 8 മന്ത്രിമാരും ഒരുമിച്ചാണ് അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിനുണ്ടായത്. മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മന്ത്രി മുനീർ സാഹിബ്, മന്ത്രി മഞ്ഞറാംകുഴിയാടി, മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, മന്ത്രി ആര്യാളം മുഹമ്മദ്, ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ, 8 മന്ത്രിമാർ. കാന്തപുരം ഉസ്താദ് ആ നോളേജ് സിറ്റിന്റെ സ്ഥലം ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലം, അവിടേക്ക് പേരെന്നെ കൈതപ്പൊയിലാണ്. എന്താ കാരണം? പൈനാപ്പിളിനൊക്കെ പണ്ട് കൈതച്ചക്കാന്നാ പറയുക, അല്ലേ? പൈനാപ്പിളിന് പണ്ടെന്താ പറയുന്നത്? അതങ്ങനെയാണല്ലോ. നമ്മളവിടുന്ന് ഒരാൾ പറഞ്ഞു, ഇന്ത്യന്റെ പ്രസിഡന്റ് ഫഖറുദ്ദീൻ അലി അഹമ്മദാണ് പണ്ടത്തെ ഒരു പ്രസിഡന്റ്. അപ്പൊ ഒരു കാക്ക പറഞ്ഞു, അതൊക്കെ അവിടെ ആകുമ്പോഴുള്ള പേരാണ്, ഇവിടെ ആണെങ്കിൽ പോക്കറ്റി അലിയമ്മ എന്നാ പറയാം. മനസ്സിലാക്കി? ഇപ്പോഴാണ് ഇപ്പൊ അതൊക്കെ പൈനാപ്പിൾ ആയത്. പണ്ട് ഇതിനെന്താ പറയല്? കൈതച്ചക്കാന്ന്. അപ്പൊ ആ കൈതച്ചക്ക ഉള്ള സ്ഥലമായിട്ട് അതിന് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, ആ കൈതപ്പൊയിൽ പോയി നോക്കുമ്പം ഇവർക്ക് കൈതച്ചക്ക കണ്ടു നോക്കുമ്പോ ഇവർക്ക് തോന്നിയത് ആൽമരാണ്. പിന്നെ നിങ്ങളെ വിവരം പറയണം. കിട്ടും അതിനെ കൊണ്ട് അതും അറിയപ്പെട്ട് അള്ളാഹു ഖൈറാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് മുടക്കൽ പരിപാടിയായിട്ട് പോണവർക്ക് ഓൽക്ക് എന്നും അതന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓലെ പിന്നാലെ പോകാൻ, ഓൽക്ക് മറുപടി പറയാൻ, ഓലെന്തേ പറഞ്ഞത് ഓലെ വിളിക്കാൻ നോക്കിയാൽ അത് നോക്കി നടക്കണ പണിയല്ല നമുക്ക്. നമ്മളെ റൂട്ടുണ്ട്,
ആ റൂട്ടിൽ കൂടെ നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്തണം. നമുക്ക് മദ്രസ ഉണ്ടാക്കണം, നമുക്ക് പള്ളി ഉണ്ടാക്കണം, നമുക്ക് കോളേജ് ഉണ്ടാക്കണം, നമുക്ക് യതീം മക്കളെ പോറ്റണം, നമുക്ക് പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചേക്കാൻ വഴി പറഞ്ഞു കൊടുക്കണം, നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കണം, നമുക്ക് എത്ര പരിപാടികൾ നടത്താനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് നടത്തുക. മലക്കുകൾ നമുക്കൊപ്പം നിൽക്കും, ബദരീങ്ങൾ നമുക്കൊപ്പം നിൽക്കും, മഹാന്മാർ നമുക്കൊപ്പം നിൽക്കും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. മറ്റൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മുജാഹിദും ജമാഅത്തും ഖാദിയാനിയും തബ്ലീഗും ഈ സകല ഗുലാബിയും എല്ലാം ഒരു പക്ഷേ ഇവർക്കൊക്കെ അനുകൂലമായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുത്തുനബിയും പാതിരാ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കിടത്തിയിട്ട് ഓറസൗറ മലയിലേക്ക് പോകല്ലേ. മുത്തുനബിയും ആ ആളുകളും അല്ലാത്ത വിശ്വാസികളും അല്ലാത്ത എല്ലാവരും ഒറ്റക്കെട്ടാണ്. കഅബ ശരീഫിനുള്ളിൽ എത്ര വിഗ്രഹങ്ങളുണ്ട്, ഓരോരുത്തർക്കും വേറെ വേറെ പടച്ചോനുണ്ട്, പല നയവും പരിപാടിയും ഒക്കെ ഉണ്ട്. പക്ഷേ മുത്തുനബിയെ എതിർക്കാൻ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്നിട്ടോ അള്ളാന്റെ റസൂലിനെ അതാ മക്കയിൽ നിന്ന് വിടുന്നു. വാറസൗറ പർവ്വതത്തിന്റെ ഗുഹയിൽ പോയിട്ട് ഇരിക്കുമ്പോ ആ ഗുഹയിൽ അവർ തെരഞ്ഞു വന്നല്ലോ. ഗുഹ മുകളിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ വന്നിട്ട് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ മേലോട്ട് നോക്കി. അപ്പൊ ശത്രുക്കൾ തേടി വന്നിട്ട് കാലിനടിയിലെ വെളുപ്പ് ഇങ്ങനെ കണ്ടപ്പോ മുത്ത് നബിയോട് പറഞ്ഞു, പുന്നാര നബിയേ, നമ്മളെ കഴുത്തറുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശത്രുവിന്റെ കാലിന്റെ അടയാളമാണ് ആ കാണുന്നത്. അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ. അത് ചോദിച്ചപ്പോ എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞത്? സിദ്ദീഖേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും മാത്രമാണെന്ന് വിചാരിച്ചോ? നമ്മൾ രണ്ടാള് മാത്രമല്ല, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് സിദ്ദീഖേ. അതുകൊണ്ട് ഒരു ശത്രു ഒത്താലും എല്ലാവരും ഒരുമിച്ചാലും പേടിക്കണ്ട, നമ്മുടെ കൂടെ ഉള്ളത് അള്ളാഹു ആണ്. يقولون ما في الغار من أرمي مولاي صل وسلم. സിദ്ദീഖ് തങ്ങളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയും മാത്രം ആ ഗുഹയിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ, നബിയെ, ശത്രുക്കൾ ഒന്നല്ലേ, അവര് നമ്മളെ കാണൂലേ? അപ്പൊ മുത്തനബി പറഞ്ഞ മറുപടി എന്താ സിദ്ദീഖ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ രണ്ടാളും മാത്രമാണോ? അല്ല, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ വിജയത്തിന് വേണ്ടി ചൊല്ലിക്കോൾ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് എന്താണ് അവർ ചൊല്ലിയത്? ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും അവര് പടുത്തുയർത്തി പോന്ന ദീന്, ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും നഫീസ ബീവിയും ഖദീജ ബീവിയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിരിക്കുന്ന ദീന്, ആ ദീൻ ഉമ്മമാരെ നമ്മളെ മക്കൾക്കും മക്കളെ പരമ്പരക്കും നിലനിർത്താൻ. എന്റെ വാപ്പ എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. വാപ്പ മരിച്ചിട്ട് 13ാമത്തെ വർഷമാണ്. അള്ളാഹു വാപ്പാന്റെ ഖബർ സ്വർഗതോപ്പാക്കുമാറാവൻ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അള്ളാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ? ഈ സഭയിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഇതൊരു1000 ആളുണ്ട്. നിങ്ങൾ 1000 ആള് ആമീൻ പറഞ്ഞപ്പോ എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് 1-ന് 10, 10000 ആമീൻ ആയി. ഉപ്പ ഖബറിൽ കടന്ന് സന്തോഷത്തിന്റെ പുഞ്ചിരി ഉണ്ടാകും. എന്റെ മോനെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ടല്ലേ എനിക്കിത് കിട്ടിയത്. എന്നെ പഠിപ്പിച്ചതിന്റെ ലാഭം എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് കിട്ടുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ്
നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണത്. നിങ്ങളെ കുട്ടികളെ SSFൽ ചേർത്താൽ, നിങ്ങളെ ചെറുപ്പക്കാർ SYSൽ ചേർന്നാൽ, നിങ്ങളെ കുട്ടികൾ നമ്മുടെ മദ്രസയിൽ ചേർന്നാൽ, ദഅവ കോളേജിൽ ചേർന്നാൽ, മുതഅല്ലിമായാൽ നമുക്ക് കിട്ടുന്ന ലാഭം, വരുമാനം അത് ഇവിടെ മാത്രമല്ല, അത് ആഖിറത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ എന്ന് ഉണർത്തി ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹുവേ, ഈമാൻ നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, അപകടങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്, മുസീബത്തുകളെ തട്ടിമാറ്റണേ അല്ലാഹ്. ഞാന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഒട്ടേറെ ആളുകൾ വഫാത്തായി പിരിഞ്ഞിട്ടുണ്ട്. ആ വഫാത്തായി പിരിഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കൊരു ഫാത്തിഹ ഓതിക്കൊണ്ട് ദുആ ചെയ്യാം. ഇന്നലെ കാസർഗോഡും ഇന്ന് കോഴിക്കോടും ഹജ്ജ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 5-6 മണിക്കൂർ ക്ലാസ് എടുത്തു കൊടുക്കല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയല്ലേ, എപ്പം ആണെങ്കിലും വരാലോ, നിങ്ങൾ വിളിച്ചോളണ്ടി. അല്ലാഹു ഖൈറ് തരട്ടെ. അപ്പൊ നമുക്ക് പിന്നെയും പറയാം. ഇപ്പൊ